നമുക്ക് വേഗം ക്ലാസ് തുടങ്ങാം. കാരണം ഇന്ന് 3 ക്ലാസ് ഉണ്ട്. അപ്പോൾ വേഗം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപത്തിൽ അധ്യായം 7 ശ്ലോകം നമ്പർ 14. ഓക്കെ, 14ാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത്. ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കുന്നില്ലേ? 7ാം അധ്യായമാണ്, 14ാമത്തെ ശ്ലോകം. അപ്പോൾ അതിനു മുൻപ് മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342494941 93 42 49 49 41. ഓക്കെ, അപ്പം കുറേ മെസ്സേജ് നോക്കാനുണ്ട്, നോക്കാട്ടോ. കുറച്ച് കോൾസ് ഒക്കെ തിരിച്ച് വിളിക്കാനുണ്ട്, അതും വിളിക്കാം. ഇന്നിപ്പോൾ നടക്കും തോന്നുന്നില്ല, കാരണം ഇന്ന് 3 ക്ലാസ് ഉണ്ട്, കൂടെ കുട്ടികളുടെ ക്ലാസ്സും കൂടി ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഗുരുകുലം ക്ലാസ് സൂം ആയിട്ടാണ് എടുക്കുന്നത്. അവരുടെ ഭക്തിയിലുള്ള വളർച്ചയും പാട്ട് ഞാൻ നോക്കിയില്ലടാ, ഞാൻ നോക്കാം ആൻറ്റി, നോക്കാട്ടോ. ഷൂട്ടിലായിരുന്നു, നാളെ നോക്കാം, അല്ലെ ഇന്ന് രാത്രി നോക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളും, മീൻസ് അവരുടെ സ്വഭാവത്തിലുള്ള കുറേ വൈരുദ്ധ്യങ്ങൾ, പ്രശ്നങ്ങൾ, ഒറ്റപ്പെടൽ പോലത്തെ ഫീലിങ്സ്, ഇതെല്ലാം സംഭവിക്കുന്നത് വേണ്ടത്ര ആത്മീയ പുരോഗതി ഇല്ലാതായതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിങ്ക് വന്നില്ല അല്ലേ? നമ്മുടെ അഡ്മിൻസുകളുടെ ശ്രദ്ധയിൽ ഉടനെ വരുമായിരിക്കും. ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെ ഉടനെ ഇടും. അപ്പോൾ എന്താ, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻസിനെ ഒന്ന് ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു അഡ്മിനെ ഒന്ന് വിളിക്കൂ, വിളിച്ചിട്ട് ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ പറയും. അമർജിത്തിനെയോ രേഖാമയോ പ്രസന്നാമയോ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ പറയും ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, അവർക്ക് പല വിധത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും, അതുപോലെ തന്നെ മുതിർന്നവരോട് ബഹുമാനമില്ലായ്മയും, അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണത്തിനോടൊരു ഇഷ്ടമില്ലായ്മയും എല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടത്ര ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ്. എന്താണ് ഭക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ കാട്ടിക്കൂട്ടലുകളാണ് കുട്ടികളുടെ ശ്രദ്ധയിലുള്ള ഭക്തി. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് നമ്മൾ പൊതുവെ ഗുരുകുലം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അവരിൽ നിന്ന് നമ്മൾ ഒന്നും കൈപ്പറ്റാതെ, 1 രൂപ പോലും സ്വീകരിക്കാതെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചകളിലും 1 മണിക്കൂർ ഇല്ലെങ്കിൽ 1.5 മണിക്കൂർ ക്ലാസ് സൂമിലൂടെ കൊടുക്കുന്നത്. ലൈവ് വഴി കൊടുക്കാത്തത്, ലൈവിലാവുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. മാത്രമല്ല കുട്ടികൾക്ക് നമുക്കൊരു ഐ ടു ഐ കോണ്ടാക്റ്റിൽ വേണം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പരിമിതമായ സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ലിങ്ക് വഴിയാണ്, സൂം വഴിയാണ്. അപ്പൊ ആ സൂമിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുവഴി കുട്ടികൾക്ക് കുറച്ചും കൂടെ ഭക്തി എന്താണ്, നമ്മുടെ സംസ്കാരം എന്താണ്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തായി തീരണം, ഒരു ലക്ഷ്യബോധം വേണം എന്നുള്ള ആ ഒരു മനസ്ഥിതി വരും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ ഒരു അഴിച്ചിട്ട പോലെ ഇങ്ങനെ എന്തോ ഏതോ, മുതിർന്നവരെന്തെങ്കിലും പറഞ്ഞാൽ തർക്കുത്തരം പറയാം, വീട്ടിലെ ഭക്ഷണം കൊടുത്താൽ രുചിയില്ല എന്ന് പറയാം, പല പല രുചികൾ തേടി പോവുക, അല്ലെങ്കിൽ മറ്റ് കോണ്ടാക്റ്റുകളിൽ, ബന്ധങ്ങളിൽ പോയി പെട്ടു പോവുക, അല്ലെങ്കിൽ അസഭ്യമായിരിക്കുന്ന വാക്കുകൾ വാതോരാതെ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ പോയി പോവുകയാണ്. അതിൽ നിന്നൊരു മാറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാ ഞായറാഴ്ചയും കളിയും ചിരിയും കഥകളുമായിട്ട് നമ്മളുടെ ഗീതയും മറ്റ് പുരാണങ്ങളും ഒക്കെ അവരെ പഠിപ്പിക്കുന്നതും, ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്നതും എല്ലാം ഒരു പ്രത്യേകമായ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഗീതയുടെ ശ്ലോകം മാത്രം പഠിപ്പിച്ച് ഒരു റെഡിമെയ്ഡ് പോലെ നമുക്ക് അവരെ ആക്കിയെടുക്കാം. അതിലൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗീതാ പഠന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോലും പലപ്പോഴും, നമ്മൾ പോലും ഗീത എന്താണെന്ന് അറിയാൻ ഇത്രയും വർഷങ്ങൾ എടുത്തു അല്ലെ? അപ്പൊ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെന്താ ചെയ്യുക? ഗീതയുടെ കുറെ ശ്ലോകങ്ങൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരുന്ന് അവർ കേൾക്കും. അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആവും. എന്തൊക്കെയോ കുറെ ശ്ലോകങ്ങള്, സംസ്കൃതം, ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം എന്ന തോന്നല് അവർക്കുള്ളിലുണ്ടാവും. മുതിർന്നവർക്കുള്ള ആളുകൾക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു തോന്നലുണ്ട്. അപ്പൊ കുട്ടികൾക്കുള്ളിൽ സ്വാഭാവികമായിട്ടും ആ തോന്നൽ വരും. അപ്പൊ അതില്ലാതാക്കാൻ അവരുടെ വ്യക്തിത്വ വികസനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഗീതയുടെ ശ്ലോകങ്ങൾ മാത്രം പഠിപ്പിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കാൻ തുടങ്ങും. കാരണം അവർക്കുള്ളിൽ അത്രയ്ക്ക് അങ്ങോട്ടേക്കൊരു ഇത് വന്നിട്ടില്ല. നമ്മൾ മുതിർന്നവരെന്താ ചെയ്യാന്നറിയോ? ഇപ്പോൾ നമുക്കറിയാം ഫേസ്ബുക്ക് വഴിയൊക്കെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഷെയർ ആവുന്നുണ്ട്. എന്ത് വീഡിയോസ് ആണ്? ചെറിയ കുട്ടികൾ ഇസ്കോൺ സ്റ്റൈലിൽ അവരിങ്ങനെ ഗോപി ചന്ദനമൊക്കെ വെച്ച് കണ്ടിമാലയൊക്കെ ഇട്ട്
ഒരുപാട് ഗീതാ ശ്ലോകങ്ങൾ ഇങ്ങനെ ഉരുവിട്ട് അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെ പാരൻസിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വരും, എൻ്റെ കുഞ്ഞും ഇതുപോലെ ആയിരുന്നെങ്കിലെന്ന്. പക്ഷെ അങ്ങനെ ഒരു പുറത്തുള്ള ഒരു ഇതല്ല നമ്മൾ മഞ്ചരീസിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ മുതൽ വാഷ് ചെയ്തെടുക്കാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുട്ടി നല്ല ഒരു പ്രാസംഗികൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടി നല്ലൊരു സ്പീച്ച് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് എപ്പോഴാണ് നമ്മൾ വാല്യൂ ചെയ്യുക? കാണാപ്പാഠം പഠിച്ച് പണ്ടൊക്കെ സ്കൂളുകളിൽ പ്രസംഗ മത്സരമൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ടീച്ചേഴ്സ് കൊടുക്കുന്ന ആ പേപ്പറിലുള്ള കാര്യങ്ങൾ അതുപോലെ മനപ്പാഠം പഠിച്ച് എന്ത് ചെയ്യും? കൈ ഇങ്ങനെ എടുത്ത് കൈ അങ്ങനെ എടുത്ത് ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്ക്കും സ്കൂൾ അധികൃതർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എന്നൊക്കെയുള്ള ഒരു ആക്ഷനൊക്കെ ഇട്ട്, കാരണം പണ്ട് നമ്മളും ആ ഒരു കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ അങ്ങോട്ട് തീരുമ്പം ഉടനെ ജഡ്ജസ് മാർക്ക് ഇട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ കുട്ടി അതിൽ എത്രത്തോളം ഹൃദയത്തിൽ ആ ഒരു വാക്കുകൾ എടുത്തിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആ കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കാൻ, അല്ലെ? ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആ ഒരു ജഡ്ജിന്റെ സ്ഥാനത്ത് ഇരിക്കുമ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, ആ കുട്ടി വന്നൊരു ടോപ്പിക്ക് പറയുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകളിലുള്ള പ്രസരിപ്പ്, ആ കുട്ടിയുടെ വാക്കുകളിലുള്ള ചടുലത, ആ കുട്ടിയുടെ ശാരീരിക ഭാഷ, പറയുന്ന വാക്കുകൾ, ഭംഗി, ആക്ഷൻ, ഇതിനപ്പുറത്തേക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ ആ വാക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് ആ കുട്ടി 2 വാക്ക് സ്വമേധയാ അവിടെ നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ആ കുട്ടികൾ ഇങ്ങനെ കിടുകിടുകിടുകിടുന്ന് പറയും, വിറയ്ക്കും. സ്റ്റേജ് ഫിയർ എന്ന് പറയും ഇതിന്. വിറച്ചു തീരും ആ കുട്ടി. കൈകൾ തൊട്ടു നോക്കിയാൽ തണുപ്പുണ്ടാവും. അപ്പോൾ അത് ഒരു തോൽവിയായിട്ടാണ് ഞാൻ കാണുന്നത്. സീരിയസ്ലി അതൊരു തോൽവിയാണ്. കാരണം എന്താണ്? അതിനെ അതിജീവിക്കുമ്പോഴാണ് ആ കുട്ടി നല്ലൊരു പൊസിഷനിലേക്ക് എത്തുന്നത്. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആലോചിച്ച് നോക്കൂ. കാരണം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണത്. പഠിച്ചത് അങ്ങനെ ഛർദ്ദിക്കുന്നതിൽ ഒരർത്ഥമില്ല. നമ്മൾ തന്നെ സ്വമേധയാ അത് ജീവിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയുമ്പോഴാണ് അതിനൊരു ഭംഗിയുള്ളത്. കാരണം ഇത് എന്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ടോപ്പിക്സ് ഒക്കെ പ്രസംഗ മത്സരത്തിന് നമുക്കും ടീച്ചേഴ്സ് തരും. നമ്മൾ അത് പ്രസംഗിക്കാറുമുണ്ട്. അവർ പഠിപ്പിച്ചു തരുന്നത് പോലെ അസംബ്ലിയിൽ പോയി നിന്ന് പ്രാർത്ഥന കഴിഞ്ഞു, അന്നത്തെ സ്കൂളിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി പ്രസംഗമാണ്, അയ്യോ എന്റെ റോളാണ്, ഈശ്വര ഭഗവാനെ കർത്താവേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ അന്ന് കയറുക. കാരണം ഞാൻ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാതാവേ ഗീവർഗീസ് പുണ്യാളനെ എന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് ആ സ്റ്റേജിൽ കയറിയിട്ട് ഇന്നത്തെ എന്റെ വിഷയം ഭയത്തെ അതിജീവിക്കുക, മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്, ചിന്തകൾ നമ്മെ നാം ആക്കുന്നു. ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഞാൻ ഇന്നും മറന്നിട്ടില്ല. നമുക്ക് എഴുതി തന്നിട്ട് നമ്മൾ അതങ്ങ് പറഞ്ഞങ്ങോട്ട് തീർത്താൽ കണ്ണിങ്ങനെ ഇടയ്ക്കിങ്ങനെ പോകും. എന്താണ് ക്ലാസ് ടീച്ചറുടെ എക്സ്പ്രഷൻ എങ്ങനെ, HMന്റെ എക്സ്പ്രഷൻ എങ്ങനെ, ഇതൊക്കെ ചിന്തിച്ച് നമ്മൾ അവസാനം ഇതൊന്ന് പറഞ്ഞ് ആ അസംബ്ലിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങും. അയ്യോ, ഈ ഒരു ആശ്വാസമാണ് നമുക്ക്. കാരണം എന്താ? എന്തോ ആരോ എങ്ങനെയോ നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ അങ്ങനെ ഛർദ്ദിച്ചു കഴിഞ്ഞു. ആ ഒരു ടാസ്ക് അവിടെ തീർന്നു. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോഴോ കുറേ കാലങ്ങൾക്കിപ്പുറം ഞാൻ ഈ വാക്കുകളൊക്കെ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഞാൻ എന്തെങ്കിലും കുറച്ചു നേരം ഇങ്ങനെ, എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കാണെങ്കിൽ അതൊക്കെ പറ്റും, ആരെങ്കിലുമൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിലൊന്നും അതൊന്നും സാധിക്കില്ല. തനിച്ചിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കും, കുറെ എഴുതുമ്പോഴൊക്കെ ഇതുപോലെയുള്ള ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് ആ കാലങ്ങളിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തെടുത്ത കാര്യമുണ്ട്, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ പ്രഭാതമഞ്ജരി വായിക്കാറില്ലേ? നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന പ്രഭാതമഞ്ജരി ഇഷ്ടമാണോ എല്ലാവർക്കും? അത് അതേക്കുറിച്ചൊന്നും ഒരു റിവ്യൂ പോലും ഇല്ല. ഇഷ്ടമാണോ ഞാൻ എഴുതി വിടുന്ന ആ കോട്ട്സ് ഒക്കെ? നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗമുണ്ടോ ജീവിതത്തിൽ ആ കോട്ട്സുകൾ കൊണ്ട്? അപ്പോ അതിന്റെയൊക്കെ റിവ്യൂ പറയൂ. അന്നേരം ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിടാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ് ഇടും, അവരവരുടെ വിഷമങ്ങളിടും. അപ്പൊ അത് അങ്ങോട്ട് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് അഡ്മിൻസിന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുമ്പം മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ശരിയാണ്. ആ ഒരു വേർഡിന്റെ ഡെപ്ത് അന്ന് ഒരു 8ാം ക്ലാസ്സുകാരിയായ എനിക്ക് മനസ്സിലായില്ല. ടീച്ചേഴ്സ് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി.
പക്ഷെ ഇന്ന് ആ ഒരു വാക്കിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലേ? മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്, ചിന്തകൾ നമ്മെ നാമാക്കുന്നു, ഭയത്തെ അതിജീവിക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ്! പ്രഭാതത്തിന്റെ താക്കോലും സന്ധ്യയുടെ പൂട്ടുമാണ് പ്രാർത്ഥന. എന്തെല്ലാം ഒരു ഡെപ്തുള്ള ടോപ്പിക്സ് ആയിരുന്നു എനിക്ക് ആ കാലങ്ങളിൽ കിട്ടിയത്. ചിന്തിച്ചു നോക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഇന്നാണ് വർഷങ്ങൾക്ക് ഇപ്പുറോ 1998 നിന്ന് 2025 ഈ വേർഡിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അത്രയും ഒരു കാലത്തിന്റെ ഡ്യൂറേഷൻ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അവർ പറയുന്നത് എന്തോ, അവർ പ്രവർത്തിക്കുന്നത് എന്തോ, അത് അവർ ഉള്ളറിഞ്ഞ് പറഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ആ കുട്ടികൾ കുട്ടികളാവുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സീരിയസ്ലി ഞാൻ ഈ ഗുരുകുലം ക്ലാസ് എത്ര ടൈറ്റ് ഷെഡ്യൂൾ ആണെങ്കിലും മാക്സിമം എടുക്കാൻ നോക്കും. ചില എക്സാം ടൈമിലൊക്കെ ഞാൻ അങ്ങ് വിട്ടേക്കും, കാരണം കുട്ടികൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കരുത്. അവർ കളിക്കട്ടെ, അവർ ചിരിക്കട്ടെ, ഭക്ഷണം കഴിക്കട്ടെ, തമാശ പറയട്ടെ, എന്താ പറയാ, അങ്ങനെ അവർ കുറച്ച് റിലാക്സ് ആവട്ടെ. റിലാക്സേഷനിലൂടെ നമ്മൾ അവരെ പിടിച്ചെടുക്കുമ്പോഴാണ് അതിനൊരു ഭംഗി അല്ലേ? ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സുകളെ കുറിച്ച് തന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്, വിളിക്കാറുണ്ട്. മാതാജി നല്ല ക്ലാസ് ആണ്, ഒരുപാട് ഇഷ്ടമാണ്, അങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. ഇതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്റെ കഴിവാണ്. കാരണം ഇവിടെ വന്ന് ഇരിക്കുന്നത് വരെ ഞാൻ എന്ത് പറയണം എന്നുള്ളത് ഞാൻ പ്രീ പ്ലാൻഡേ അല്ല. ഗുരുവായൂരപ്പനാണേ ഞാൻ അതേക്കുറിച്ചൊരു പ്ലാൻഡേ അല്ല. ക്ലാസ് ഉണ്ട്, ഓക്കെ, ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ദേവിയെ പ്രാർത്ഥിക്കുന്നു, വിഘ്നങ്ങൾ ഒഴിവാൻ പ്രാർത്ഥിക്കുന്നു, വന്നിരിക്കുന്നു, ദാറ്റ്സ് ഓൾ. പിന്നെ ആ 2 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിഞ്ഞുകൂടാ. ഗുരു പരമ്പരയുടെ അനുഗ്രഹം. അപ്പോൾ ഓരോ ക്ലാസ്സുകളും നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ആ ഒരു എന്താ പറയാ, നമ്മളായി പറയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട് ഇല്ലേ? അപ്പൊ അതേപോലെ നമ്മുടെ ക്ലാസ്സും ഒരു റെഡിമെയ്ഡ് ക്ലാസ്സുകളല്ല. ആലോചിച്ചു, ക്ലാസ് എന്ന് പറയാനേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടമില്ല. നമ്മൾ എടുക്കുന്നത് ഒരു റെഡിമെയ്ഡ് അല്ല. നമ്മൾ എടുക്കുന്നത് എന്താണ്? ഒരു പരസ്പരമുള്ള സംസാരം അല്ലേ? സാധാരണ പോലെ നിങ്ങളും വീട്ടിലിരിക്കുന്നു, ഞാനും വീട്ടിലിരിക്കുന്നു. ഒരു ഒഫീഷ്യൽ അല്ല നമ്മുടെ ക്ലാസ്, അൺഒഫീഷ്യൽ ആണ്. പക്ഷെ അതിനിടയ്ക്ക് ക്ലാസ് നല്ല രസമായിട്ട് അങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് ഇടുമ്പോൾ മാത്രം ഞാൻ പറയാറുണ്ട്, ഒന്ന് പ്ലീസ് അങ്ങനെയുള്ള പേഴ്സണൽ മെസ്സേജസ് ഇടാതെ അതെങ്കിലും ഗ്രൂപ്പിൽ ഇടുവല്ലേ, സോറി മഞ്ജരീസിന്റെ ഫോണിലേക്ക് ഇടും, ഞാൻ എൻ്റെ സമയം പോലെ നോക്കാം എന്ന് പറയാറുണ്ട്. അതർവൈസ് നമുക്ക് എന്താണ്, ഒരു നമ്മൾ തമ്മിൽ ഒരു വീട്ടിലിരുന്ന് സംസാരിക്കുന്ന ഫീലിങ്ങിലൂടെ നമ്മൾ സംസാരിച്ചു പോകും. അത്രയല്ലേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. അതും ഞാനങ്ങ് ഒരു ടൈം ടേബിൾ വെച്ച് രാവിലെ ഇത്ര മണിക്ക്, രാത്രി ഇത്ര മണിക്ക്, രാവിലെ ഇത്ര മണിക്ക്, രാത്രി ഇത്ര മണിക്ക്, അത് എനിക്കും പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ല. കാരണം മോസ്റ്റ്ലി എല്ലാവരും 30 വയസ്സിന്റെ മേലെയാണ്. എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കണം, കിടക്കണം. ചിലപ്പോൾ ഇന്ന് ചെയ്യേണ്ട ജോലി നാളേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. എനിക്കും അതുപോലെ തന്നെ വീട്ടിലെ ജോലികൾ, കാര്യങ്ങൾ, പുറത്തു പോകണം, അങ്ങനെ കുറേ എൻഗേജ്മെന്റ്സിന്റെ ഇടയ്ക്ക് ഒരു എപ്പോഴും ഇൻസുലിൻ വെക്കുന്നത് പോലെ ടൈം നോക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും ബോറടിയാണ്, നിങ്ങൾക്കും ബോറടിയാണ്. അങ്ങനെ ഒരു ഇതില്ലാതെ നമ്മൾക്ക് എല്ലാവർക്കും, എല്ലാ കൂട്ടർക്കും സമയം ഒന്ന് ഒത്തു വരുമ്പോൾ ഓക്കെ. ഇപ്പോൾ ഇന്ന് സൺഡേ ആണ്, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ബിസി ആയിരിക്കും, കല്യാണം അത് ഇത്. പക്ഷെ മിക്ക സൺഡേസും ഞാൻ ക്ലാസ് സ്കിപ്പ് ചെയ്യാറുണ്ട്. എനിക്കൊരു വിഷമമാണ്, കാരണം നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് വീട്ടുകാരുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ഭഗവത്ഗീത ക്ലാസ് അത് ബോറടിപ്പിക്കരുതല്ലോ. പക്ഷെ ഇന്ന് 3 വെക്കാൻ കാരണം ഷൂട്ടും ഡബിങ്ങും ടൈറ്റ് ഷെഡ്യൂള് പോകുന്നു, 2-3 ദിവസം ഗ്യാപ്പ് ആവുന്നു ക്ലാസ്സിന്. അപ്പൊ അതൊന്ന് മാച്ച് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിടാൻ, കളിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഇന്നൊരു 3 ക്ലാസ്, ഇതിൻ്റെ ഇടയിൽ എനിക്ക് ക്ലാസ് കഴിഞ്ഞ് കുക്കിംഗ് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റുഡിയോ വരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം അടുത്ത ക്ലാസ്സിന് ഇരിക്കാൻ. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, സമാധാനമായിട്ടിരിക്കുക, പാട്ട് കേൾക്കുക. എനിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം ഇതാണ്, നന്നായിട്ട് മ്യൂസിക് കേൾക്കുക. എത്ര നല്ല മനോഹരമായ ഗാനങ്ങളുണ്ടല്ലേ, അതൊക്കെ ഒന്ന് കേൾക്കുക. ഞാൻ ഗ്രൂപ്പിൽ നമ്മൾ ഇത് ഇടാറുണ്ട്, ഭക്തി ഗാനങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ നല്ല മധുരമുള്ള പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക. മ്യൂസിക്കിന് ഭയങ്കര ശക്തി ഉണ്ടെന്നാ പറയാം. അപ്പൊ ആ നല്ല കലാകാരന്മാര് എഴുതി വെച്ച്, നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിനെ പോലെയൊക്കെയുള്ള, പേരെടുത്ത് പറയില്ല കേട്ടോ, ഒരുപാട് അങ്ങനെയുള്ള കലാകാരന്മാർ എഴുതി വെച്ച മനോഹരമായിരിക്കുന്ന വരികൾ ഒരുപാടുണ്ട്. എപ്പോഴും ഭക്തിമയത്തിൽ ഇരിക്കരുത്, അതും ഞാൻ പറഞ്ഞേക്കാം. 24 hours നമ്മൾ ഭക്തിമയത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ
നമ്മൾ ഒരു 2025 ബാക്കോട്ട് പോയി പോവും. അത് വേണ്ട. 2025 ഇരുന്ന് കൊണ്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യാം. ഓൾവേസ് പ്രേയിങ്. അതും ഒരു സുഖമുള്ള ജീവിതമായി തീരില്ല. നമ്മൾക്ക് ബോറടിക്കും, റിട്ടേൺസ് കിട്ടാതെ നമ്മളെ മൈൻഡും അപ്സെറ്റ് ആവും, മായ പിടിക്കും. അപ്പൊ അതൊന്നും വേണ്ട. കുറച്ചൊക്കെ 2025 പോലെ എങ്ങനെ പോവുക. ഓക്കെ, എല്ലാവരുമായിട്ട് സംസാരിക്കാൻ ടൈം കണ്ടെത്തുക, ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്കൊക്കെ ഒന്ന് പോവുക. ഞാൻ പോകാറില്ല, എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ ഇഷ്ടമുള്ളവര് പോവുക. കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള കല്യാണങ്ങളൊക്കെ ഒന്ന് കൂടാൻ പോവുക. എന്താ പറയാ, തയ്ക്കാൻ ഇഷ്ടമുള്ളവര് പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ നോക്കി തയ്ക്കുക. കുക്കിംഗ് നല്ല ഇഷ്ടമുള്ളവര് വെറൈറ്റി ഡിഷസ് ഒക്കെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുക. ഉറങ്ങുക, പാട്ട് കേൾക്കുക, ചിരിക്കുക. കൃഷിയൊക്കെ ഇഷ്ടമുള്ളവർ അതൊക്കെ ഒന്ന് ചെയ്യാം. 24 മണിക്കൂറും ഭക്തിമയത്തിൽ ഇരിക്കരുത്. ഭക്തിക്കും ഒരു ടൈം കൊടുക്കുക. ഓക്കെ, അത് എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്. രാവിലെ ഒരു ടൈം വെച്ച് എഴുന്നേൽക്കുക. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ, നിങ്ങൾ ഉറങ്ങൂ. ഞാൻ അതാ പറയാറ്, ഉറക്കം വരുന്നുണ്ടോ, കിടന്നുറങ്ങും. പക്ഷെ അത് എപ്പോഴും അങ്ങനെ ആവരുത്. മനസ്സിലായി? നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം ഉറങ്ങണം തോന്നിക്കഴിഞ്ഞാൽ ഉറങ്ങാം. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യണം തോന്നിയാൽ ചെയ്യാം. പഴയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, ഒന്ന് ഓർമ്മ പുതുക്കുക. ഇഷ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് വീഡിയോ കോൾ വിളിക്കുക, സംസാരിക്കുക. അങ്ങനെയൊക്കെ ഒരു നല്ല ഒരു റിലാക്സ് ആയിട്ടുള്ള മൈൻഡിലേക്ക് വരിക. നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ഇഷ്ടമുള്ളവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി സംസാരിക്കണം തോന്നുന്നു, അങ്ങനെയൊക്കെ ഒന്ന് പോവുക. അമ്പലങ്ങളിൽ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോവുക. അപ്പൊ അതായത് ജീവിതത്തിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ ശ്രമിക്കുക. പ്രശ്നങ്ങളിൽ തന്നെ ചിന്തിച്ചിരുന്ന് പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ച് വേദനിച്ച് കുറെ ഗുളികപ്പെട്ടിയും വെച്ച് പരസ്പരം കുറ്റപ്പെടുത്തിയും പഴി പറഞ്ഞും നമ്മുടെ ഇല്ലായ്മകൾ പറഞ്ഞും വേദനിച്ചും അങ്ങനെ കിടക്കാതിരിക്കുക. ബി പോസിറ്റീവ് ഓൾവേസ്. ഓക്കെ, അതെ, അതാണ് സത്യം. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകും. അല്ലാണ്ട് എപ്പോഴും ഒരു അടച്ചിട്ട ലൈഫ് എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാനങ്ങനെ ഇരിക്കാറില്ല. ഞാൻ ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും ഓരോ വർക്കുകളും ജോലികൾ, അത് ഇത്. എപ്പോഴും ബിസി ആയിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ കുറേ റിലാക്സ് ആവും. ഓക്കെ, അങ്ങനെയൊക്കെ മാറുക. പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. വീണ്ടും മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 93 42 49 49 41. അതിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. മാതാജി നോക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് പറയരുത്. നോക്കാം, സമയം പോലെ ഒരു കുറച്ച് മെസ്സേജ് ആയിട്ട് നോക്കാം. കണ്ടിന്യൂസ് നോക്കിയിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അറിയാലോ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ മൊത്തം ടൈം അങ്ങോട്ട് ഇരുന്നാൽ പിന്നെ ഞാൻ ഫുള്ളായിട്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുക. എന്താ പറയാ, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോണത്? അധ്യായം 7 ശ്ലോകം 14 ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവീഹേഷ്യ ഗുണമയി മമ മായാ ദുരത്യയ മാമേവ യേ പ്രബധ്യന്തേ മായാമേധം തരന്തിതേ. എന്താന്ന് എനിക്കും അറിഞ്ഞൂടാ, നിങ്ങൾക്കും അറിഞ്ഞൂടാ. എന്തോ ഒന്ന്, അതെന്താന്നൊന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചു പ്രകൃതിയിൽ 3 തരത്തിലുള്ള ഗുണങ്ങളുണ്ട് അല്ലേ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് കേട്ട് മതിയായി മാതാജി, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? ഗീതയിൽ അതന്നെ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് ലാസ്റ്റ് കൽക്കി പുരാണം കൂടി ആഡ് ചെയ്ത് വിട്ട് ഒരു കഥാരൂപത്തിൽ അങ്ങനെ പോകുന്നത്. അപ്പോ ഈ 3 പ്രകൃതി ഗുണങ്ങളും അടങ്ങിയ എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല. എന്താ ഭഗവാൻ പറയുന്നത്? 3 ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഭഗവാന് അല്ലെ? ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ഭഗവാൻ. അതിന്റെ മുകളിലാണ്, അതുക്കും മേലെ. അപ്പോ ആ ഭഗവാനെ, ആ 3 ഗുണങ്ങളും അടങ്ങിയ ഭഗവാന്റെ ദിവ്യശക്തിയെ അതിജീവിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. കാരണം എന്താ? ഭഗവാൻ നമ്മളെ അത്രമേൽ നിരീക്ഷിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു തെറ്റുകൾ പോലും അവിടെ നോട്ടഡ് ആണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. നമ്മൾ ഭഗവാന് വേണ്ടി സ്വയം സമർപ്പിതമായി കഴിഞ്ഞാൽ 24 മണിക്കൂറും അദ്ദേഹത്തിന്റെ രൂപത്തിന്റെ താഴെ ഇരിക്കണം എന്ന് അദ്ദേഹവും ആവശ്യപ്പെട്ടിട്ടില്ല. 24 മണിക്കൂറിൽ 1 മിനിറ്റ് ആത്മാർത്ഥമായി അദ്ദേഹത്തെ ചിന്തിക്കാനാ പറയുന്നത്. മനസ്സിലായില്ലേ? 1 മിനിറ്റ് ചിന്തിക്കുക. 24 അവേഴ്സും നമ്മൾ എന്താ പറയുക, ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ എണീറ്റ് കുളിച്ച് വേഗം പൂജാ റൂമിൽ വന്ന് ഭയങ്കര പ്രാർത്ഥനയും പൂജയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് എല്ലാവരോടും ഭയങ്കര ഒരു അരഗന്റ് ആയിട്ട് പെരുമാറും. അങ്ങനെയുള്ളവര് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? വാ നിറച്ച് പച്ച തെറിയായിരിക്കും.
അല്ലെ ഭയങ്കര ഈഗോ ആയിരിക്കും, വീട്ടിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കും. ഇങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാവേണ്ടത്? ക്ഷമിക്കാനുള്ള കഴിവ്, സഹിക്കാനുള്ള കഴിവ്, പൊറുക്കാനുള്ള കഴിവ്, പരസ്പരം കുറ്റങ്ങൾ കണ്ടെത്താതിരിക്കാനുള്ള മനസ്സ്. ഇതാണ് പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ വലിയ ഭക്തയാണ്, ഞാൻ വലിയ ഭക്തനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു നേരെ വാ നേരെ പോ, അങ്ങനെയല്ല. നമ്മൾ കുറച്ച് എന്താ പറയുക, നല്ല ഒരു ഫ്ലെക്സിബിൾ ആവുക. നമ്മുടെ സ്വഭാവം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്വഭാവമായി മാറുക. കണ്ടതിനും കേട്ടതിനും പറഞ്ഞതിനും വന്നതിനും പോയതിനും ഒക്കെ കുറ്റം 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 കുറ്റം, ഇത് വേസ്റ്റ് ആണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഭക്തി എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ചെയ്തിട്ട് ഗുരുവായൂരപ്പൻ എന്റെ കൂടെയാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പറയലേ ഉണ്ടാവുള്ളൂ, ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവില്ല. നമ്മള് ഭഗവാൻ പറയുന്നത് അദ്ദേഹത്തിനുള്ള 3 ഗുണങ്ങളെയും അതിജീവിക്കാൻ എളുപ്പമല്ല. പക്ഷേ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് എന്താണ്, അത് നിഷ്പ്രയാസം സാധിക്കും. എങ്ങനെയാ ഭഗവാന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നത്? നമ്മള് ഭഗവാന്റെ സ്വയം സമർപ്പിതമാവാന്ന് പറയുമ്പം ഭഗവാനോട് 24 മണിക്കൂർ ഇരിക്കാനല്ല പറയുന്നത്. കുറച്ച് നമ്മൾ അദ്ദേഹം എന്താണോ ഗീതയിൽ പറയുന്നത് അതേ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ആ ഗീതയിലെ വാക്കുകളെ ഉൾക്കൊള്ളാൻ പഠിക്കുക. ഇതാണ് കർമ്മഫലം, ഇതാണ് കർമ്മം, ഇതാണ് ജീവിതം, ഇതാണ് ആത്മാവ്, ഇതാണ് എന്താ പറയാ ശരീരം, ഇതാണ് പ്രകൃതി, ഇങ്ങനെയുള്ള ഗുണഗണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ മനസ്സിലാക്കി 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 നമ്മളൊരു നോർമൽ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായി? ഭഗവാന് സ്വയം സമർപ്പിതമായി. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് സ്വയം സമർപ്പിതമായി. മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കോമ്പറ്റീഷൻ ഇല്ലാതിരിക്കുക, പരസ്പരം ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിൽ റിലാക്സ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തായി? നമ്മൾ നോർമലായി. നിഷ്പ്രയാസം നമുക്ക് അദ്ദേഹവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. പരമപുരുഷന് എണ്ണമറ്റ ശക്തികളുണ്ട്. മനസ്സിലായില്ലേ? ഭഗവാന് നമ്മൾക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും ശക്തികൾ ഭഗവാനുണ്ട്. ഇതെല്ലാം ദിവ്യമായിരിക്കുന്ന ശക്തികളാണ്. ആലോചിച്ച് നോക്കണം. ഒന്നും ചെറിയ ചെറിയ നമ്മുടെ ഈ സൂപ്പർമാൻ സ്പൈഡർമാൻ കാണിക്കുന്ന ശക്തികളല്ല, ദിവ്യമായിരിക്കുന്ന ശക്തികളാണ്. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് അദ്ദേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ജീവാത്മാക്കളെല്ലാം അവിടുത്തെ ശക്തിയുടെ അംശങ്ങളാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ശക്തിയുടെ അംശങ്ങൾ, കുട്ടി കുട്ടി ആൾക്കാരാണ്. അപ്പൊ നമുക്ക് വലിയൊരു അസുഖം വന്നു, ഭഗവാനെ ഞാൻ എന്ത് ചെയ്യും കൃഷ്ണ, മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ എന്ന് വെച്ചാൽ ആദ്യം ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയാമോ? നീ ശരീരമല്ല ആത്മാവാണ്. മനസ്സിലായില്ലേ? നീ ശരീരമല്ല ആത്മാവാണ്. അപ്പോ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് അസുഖം വരും, നീ ഒരുപാട് ലെവലിലേക്ക് പോയി പോകും എന്ന ചിന്തയൊന്നും വേണ്ട. റിലാക്സ് ആയിരിക്കും. നിന്റെ മനസ്സുകൊണ്ട് നിനക്കതിൽ നിന്ന് മോചിക്കാൻ സാധിക്കും, മോചിക്കപ്പെടാൻ സാധിക്കും. നിന്റെ മനസ്സാണ് നിന്റെ ശക്തി. നിനക്ക് അസുഖം വന്നു, അല്ലെ നിന്റെ പ്രിയപ്പെട്ടവർക്കൊരു രോഗം വന്നു, നീ തളരരുത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം മനസ്സുകൊണ്ട് ജപിക്കൂ. നിന്റെ ഉള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വേണ്ട, സംശയങ്ങൾ വേണ്ട. അതാണ് ഭഗവാൻ പറയുന്നത്. മനസ്സ് ശാന്തമാക്കി വെക്കുക. അത് അസുഖം എന്നല്ല, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും മനസ്സിന് ശാന്തത കൊടുക്കുക. ഭഗവാനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്റെ തെറ്റോ എനിക്കെതിരെ നിൽക്കുന്ന ആളുടെ തെറ്റോ എന്താണെന്നൊന്നും അറിയില്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി, ഇനി ഞാൻ എന്ത് ചെയ്യാം? ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അവളെ ഞാൻ ഇന്ന് ശരിയാക്കും, അവനെ ഞാൻ ഇന്ന് പോയി 4 കൊടുക്കും, ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, എന്നെ കൊണ്ടെല്ലാം സാധിക്കും. ഒരു ചുക്കും സാധിക്കില്ല, ഒന്നും സാധിക്കില്ല. അതിലും ഭേദം എന്താ വേണ്ടത്? ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി, വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എൻ്റെ മനസ്സ് ശാന്തമാവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യും? ഇത്രമാത്രം ആലോചിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധം പുലർത്തിയാൽ ആ ആത്മബന്ധത്തിന് ഒരു ദിവ്യത്വം ഉണ്ടെന്നാ പറയുന്നത്. അതർവൈസ് അതിലൊരു ദിവ്യത്വമില്ല. ദിവ്യത്വമില്ലാത്ത ഒരു ബന്ധത്തെ നമ്മൾ ഒരിക്കലും ഭക്തി എന്ന് വിളിക്കില്ല. അതാലോചിക്കുക. പക്ഷെ ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കം കൊണ്ട് അതിന്റെ മൗലികമായിരിക്കുന്ന ദിവ്യപ്രഭാവം മൂടിയിരിക്കുന്നു. എന്താണ് ഭൗതികമായിരിക്കുന്ന സമ്പർക്കം? ഈ ലോകത്തില് നമ്മൾക്ക് ചുറ്റും പല പല കാര്യങ്ങളുണ്ട്.
നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മളെ ചതിക്കുന്നവരുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്, ഒരു പരിചയവും ഇല്ലാത്തവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കൽ പോലും കാണാത്തവർ സ്നേഹിക്കുന്നു, അറിയാത്ത കാര്യങ്ങളുണ്ട്, അറിയുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റും കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾക്കെല്ലാം മേലെ ഈശ്വരൻ എന്ന സത്യവുമുണ്ട്. ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാനെ എനിക്ക് ക്ഷമ തരും, ഭഗവാനെ എനിക്ക് സ്നേഹം തരും, ഭഗവാനെ എനിക്ക് ആശ്വാസം പകരും, എനിക്ക് നല്ലത് ചിന്തിക്കാനുള്ള മനസ്സ് തരും. എൻ്റെ ഉള്ളിൽ ആരോടും ഒരു വിദ്വേഷമില്ലാതിരിക്കട്ടെ, എൻ്റെ ഉള്ളിൽ ആരോടും ഒരു വെറുപ്പില്ലാതിരിക്കട്ടെ. ഇങ്ങനെ 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 നമ്മുടെ ഭക്തിയെ ഉയർത്തുക. അല്ലാതെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയിട്ടേ വെള്ളം കുടിക്കൂ, ഞാൻ ഇങ്ങനെ ജീവിക്കൂ, എനിക്ക് ഇതെല്ലാം അയിത്തമാണ്, അശുദ്ധിയാണ്, ഞാൻ ഉയർന്ന ജാതിയിൽ പെട്ടതാണ്, ഇതിനെയൊക്കെ ഭക്തി എന്ന് വിളിക്കാൻ പറ്റൂ? ഒരിക്കലും പറ്റൂല. എൻ്റെ കൂടെ നോൺ വെജ് കഴിക്കുന്നവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും മദ്യപിക്കും. അയ്യോ, എനിക്ക് ആ സൗഹൃദങ്ങൾ കളയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഒരു നേരം ഞാനൊന്ന് തളർന്നാൽ, അല്ലെങ്കിൽ ഞാനൊന്ന് ലൊക്കേഷനിൽ ചെന്നിട്ട് ഒന്ന് ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിന് റെഡിയാവുന്നവരെ ഒന്ന് ഇരുന്നാൽ എന്താ പറയാ, ഒന്ന് എഴുന്നേക്കുമ്പോ ആ സാരിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാല് അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ. ചിലപ്പോ അടുത്തിരിക്കുന്ന നോൺ വെജ് കഴിക്കുന്ന ആളായിരിക്കും അതൊന്ന് ശരിയാക്കി തരിക. എന്നെ തുടരുത്, നിങ്ങൾ താഴ്ന്ന ജാതിയാണ് എന്നും പറഞ്ഞൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റൂല. നമ്മൾ ആരെ കൂടെ എങ്ങനെ എപ്പോ എവിടെ സമയം ചെലവഴിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും കുലത്തിന്റെ പേരിലും ഒരാളെയും നമ്മൾ എന്ത് ചെയ്യരുത്? അകറ്റി നിർത്തരുത്, വേർതിരിവ് കാണരുത്. അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതാണ് ഭക്തി. പണത്തിന്റെ പേരിലോ പ്രതാപത്തിന്റെ പേരിലോ ധർമ്മത്തിന്റെ പേരിലോ കുലത്തിന്റെ പേരിലോ മനുഷ്യനെ വേർതിരിച്ചു കഴിഞ്ഞാൽ അതിനെ ഭക്തി എന്ന് വിളിക്കാൻ പറ്റൂല. അത് ഭക്തിയല്ല. സ്ഥാനത്തിന്റെ പേരിലും മാറ്റരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഷൂട്ടിന് പോയപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇരിക്കാൻ AC റൂം തരും. കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല, നമുക്ക് ആ മേക്കപ്പ് എല്ലാം പോയി പോകും. ചൂടല്ലേ, ഇവിടെ ഭയങ്കര ചൂടല്ലേ. അപ്പൊ മേക്കപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സീനിൽ നിൽക്കുമ്പോൾ അത്രയും വീണ്ടും ആ മേക്കപ്പ് ഒക്കെ ഇട്ട് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തരുന്നതാണ്. അപ്പൊ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിമിൽ അത്രയും വരുന്നില്ല. അങ്ങനെ തരം താഴ്ത്തി ഇതാക്കല്ല, അവർക്ക് മെയിൻ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കില്ല. അപ്പൊ അവരുടേതായ സെൽഫ് മേക്കപ്സ് ഇട്ടിട്ട് അവരങ്ങനെ സൈഡ് റോൾസ് ചെയ്തു പോകും. അപ്പൊ അവരെല്ലാവരും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഷൂട്ടിന് പോയപ്പോ ഇന്നലെയോ മനിയാന്നോ പോയപ്പോ AC റൂം കിട്ടിയപ്പോ ചെന്നൈയിൽ ഭയങ്കര ചൂടല്ലേ. ഞാനിങ്ങനെ റൂമിൽ ഇരിക്കായിരുന്നു. അപ്പൊ എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എൻ്റെ കാർത്തിക ദീപം സീരിയൽസിന്റെ എപ്പിസോഡ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. അതില് ഞാനൊരു ഡോക്ടർ കഥാപാത്രം ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി നേഴ്സായിട്ട് ചെയ്യണം. പക്ഷെ അതൊരു ചെറിയ റോള് ചെയ്യുന്ന ഒരു കുട്ടി. പക്ഷെ അവരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം എന്താ, ഒരു നേഴ്സ് ഇല്ലാതെ ഡോക്ടർ ഉണ്ടാവില്ല. ഹോസ്പിറ്റൽ സീൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവരും വേണം. അപ്പൊ ആ കുട്ടി പുറത്ത് നിന്നിട്ട് ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ വീശലിലൊന്നും ചെന്നൈയിലെ ചൂടിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് വെള്ളമോ എന്തോ കൊണ്ടുവന്ന ഒരു പ്രൊഡക്ഷൻ ചേട്ടൻ നമ്മളിരിക്കുന്ന റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ ഡോർ അദ്ദേഹം ഓപ്പൺ ചെയ്തപ്പോൾ ഈ കുട്ടി ഓപ്പോസിറ്റ് നിൽക്കുന്നത് കാണുന്നു. ആകെ അവിടെ 3-4 ആർട്ടിസ്റ്റുകളേ ഉള്ളൂ ആ സമയത്ത്. കാരണം അത് എൻ്റെ വീട് ഷൂട്ട് സീൻ, ആ സീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന്റെ ഇതാണ്, ഷൂട്ടാണ്. ഞാൻ ആ കുട്ടിയെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ ആ കുട്ടി വന്നു. സൊല്ലുങ്ക മാഡം. ഞാൻ പറഞ്ഞു, ഏപ്പാ അങ്ങിൽ നിന്ന് ഉരുകിട്ടേ ഇരിക്കുന്നത്. ഇല്ല കുഴപ്പമില്ല മാഡം, സാരമില്ല, ഇവിടെ ഇരിക്കും. ഏയ് വേണ്ട മാഡം. ഞാനൊരു മെയിലല്ല, ഫീമെയിലാണ്, ഇവിടെ ഇരിക്കൂ, ചൂടാണ് വെളിയിൽ എന്ന് പറഞ്ഞു. ரொம்ப താങ്ക്സ് മാഡം, ரொம்ப താങ്ക്സ്. ഇങ്ങനെയാണ് ആ കുട്ടി എന്നോട് താങ്ക്സ് പറഞ്ഞത്. സോ നമ്മൾക്കുള്ള അതേ വികാരങ്ങളാണ് മറ്റുള്ളവർക്കൊന്നും നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ചില ആളുകൾക്ക് അർഹിക്കാത്ത സ്ഥാനം നമ്മൾ കൊടുക്കും ചെയ്യരുത്. അതും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമാണ്. എങ്കിൽ കൂടിയും ചില കർമ്മഫലങ്ങൾ പൂർത്തിയാവാൻ നമ്മൾക്ക് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയും കടന്നു പോകേണ്ടി വരും. എങ്കിലും നമ്മൾ എപ്പോഴും മാനുഷിക പരിഗണന അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിന് നമ്മൾ ഒരിക്കലും ഒരു സ്ഥാനമാനങ്ങളുടെയോ ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവ് കാണണ്ട.
ജാതിയും മതവും കുലവും ഒന്നിനും മാനദണ്ഡമല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ജീവിതം ഭക്തിയിലൂടെയുള്ളൊരു യാത്രയായി. മനസ്സിലാവുന്നുണ്ട്? അതൊരിക്കലും ഒരു എന്താ പറയാ, ഭക്തി എന്ന് പറയുന്നത്, ഞാനതാ എല്ലാ ക്ലാസ്സിലും പറയുന്നത്, ഒരു പ്രഹസനമായുള്ള രീതിയിൽ എടുക്കരുത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഭഗവാൻ ഈ പറഞ്ഞ ഭഗവാന്റെ ദിവ്യശക്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ? അപ്പൊ എന്തായി? ഭൗതിക പ്രകൃതിയും ആധ്യാത്മിക പ്രകൃതിയും പരമ ഭഗവത് ശക്തിയാണ് ജീവാത്മാക്കൾ, അല്ലെ? ഭൗതിക പ്രകൃതിയിലും അതുപോലെ നമ്മുടെ ആധ്യാത്മിക പ്രകൃതിയിലുമുള്ള ഭഗവാന്റെ ശക്തിയാണ് ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. ആധ്യാത്മികമായിട്ടുള്ളതും ഭഗവാന്റെ ശക്തി തന്നെ, ഭൗതികതയിലുള്ളതും ഭഗവാന്റെ ശക്തി തന്നെ. പിന്നെന്താ പറയണേ? ഭൗതികമായിരിക്കുന്ന അധമ പ്രകൃതിയുടെ സമ്പർക്കത്താൽ മാലിന്യം പൂണ്ട അവരുടെ വ്യാമോഹവും ശാശ്വതം തന്നെ. എന്താണ് അധമ പ്രകൃതി? ഭൗതികമായിരിക്കുന്ന അധമ പ്രകൃതി. എന്തുകൊണ്ടാണ് ഭൗതികതയെ അധമ പ്രകൃതി എന്ന് പറയാൻ കാരണം? ഇവിടെ തരം താഴ്ന്ന ചിന്തകളാണ് ആളുകൾക്ക്. ഒരു എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു സംസാരിച്ച കാര്യമാണ്. എന്താ അറിയോ? സുനിത വില്യംസ് എന്ന് പറയുന്ന മഹത് വ്യക്തി, ആ മാം അത്ര ദിവസം ഈ ലോകവും വിട്ട് വേറെ ലോകത്തിലാണ് താമസിച്ചത്, അല്ലെ? ഇതേ നമ്മുടെ നാട്ടില് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചാൽ എന്താ പറയാ? ചിന്തകൾ വേറെയാണ്. ആലോചിച്ച് നോക്കണം. വേറെ ചിന്തകളിലേക്ക് ഉടനെ പോയി. ആ, ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, അതെന്തോ ഉണ്ട്. ഉടനെ അവരെ അങ്ങോട്ട് അതിനേക്കാൾ തരം താഴ്ന്ന അവസ്ഥയിൽ അവരെ അങ്ങ് മുദ്ര കുത്തി. ഈ ചിന്തയാണ് നമ്മുടെ പ്രശ്നം. ഈ ചിന്തയെ നമ്മൾ ആദ്യം മാറ്റണം. ആദ്യം നമ്മൾ ഈ ചിന്തയെ മാറ്റണം. കഴിഞ്ഞ ദിവസം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വണ്ടി കിട്ടിയില്ല. പ്രൊഡക്ഷന്റെ വണ്ടിയൊക്കെ വേറെ ലൊക്കേഷൻ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഒലേ ബുക്ക് ചെയ്യാൻ നിന്നപ്പം ഡയറക്ടർ പറഞ്ഞു, അമ്മോ എങ്ക പോണം സാർ, വീട്ടിൽ അഡ്രസ് പറഞ്ഞു, വാ ഏറുങ്ക ഞാൻ ഡ്രോപ്പ് പண்றேன். അദ്ദേഹത്തിന്റെ കാറിൽ കയറി നമ്മൾ ഇവിടെ ഇറങ്ങി. ഇതേ നമ്മുടെ നാട്ടിലെല്ലാം എന്താ പറയാ? അതേണ്ടേ രാത്രി 10:30 മണിക്ക് ഏതോ ഒരുത്തന്റെ കാറിൽ വന്ന് ഇറങ്ങിയിരിക്കണം, അഭിനയിക്കാൻ പോകണത്രേ. അഭിനയിച്ചു വന്നത് ഒരുത്തന്റെ കാറില്. ഇതല്ലേ പറയാ? ചിന്തിച്ചോക്കിക്കോ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതല്ലേ പറയാ? അപ്പോ അതെ, സത്യം സുധി, ഈ ചിന്തകളെ ഒന്ന് മാറ്റുക. ഒരു സ്ത്രീയും പുരുഷനും ഇടപെട്ടാൽ ഉടനെ ഇതാണ് എന്നുള്ള ആ ചിന്ത അങ്ങോട്ട് മാറ്റി വെച്ചാല് സ്വസ്ഥമായി, പറയുന്നവനും സ്വസ്ഥമായി, കേൾക്കുന്നവനും സ്വസ്ഥമായി. മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എത്ര നല്ല ബന്ധങ്ങൾ ഉണ്ടാവും എന്നറിയോ? എത്ര മനോഹാരിത ഉണ്ടാവും എന്നറിയോ? എല്ലാ ബന്ധങ്ങളും അതാണെന്നുള്ള ചിന്ത അങ്ങോട്ട് മാറ്റ്. അപ്പോ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയാ, ഭക്തിയിലൂടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരൂല. ആലോചിച്ച് നോക്കണം, ഒരിക്കലും വരൂല നെഗറ്റീവ് ചിന്തകൾ. ഇപ്പൊ ബിന്ദുമ്മയെ ഞാൻ ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും എന്നോട് ആദ്യം ചോദിച്ചിരുന്നു, യാർ ഇവങ്ക അസിസ്റ്റന്റാ? എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ പറഞ്ഞു അതുക്ക് മേലെ. ഞാൻ പറഞ്ഞു അമ്മാവാ? ഞാൻ പറഞ്ഞു അമ്മാത്താ, ആണാ എനിക്ക് എന്നെ പ്രസവിച്ച അമ്മ അല്ല. അപ്പൊ യാര്? ഞാൻ പറഞ്ഞു പറയാം. അവര് കേൾക്കാതെയാണ് അവരാരാണെന്ന് ഞാൻ പറഞ്ഞത്. അതോടുകൂടി അവര് ഒരു ദിവസം ഒരു മിനിറ്റ് അവര് ജസ്റ്റ് ബാത്റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവര് വരും, എങ്ക പാട്ടി വരലിയാ? ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്, ബാത്റൂം പോയിരിക്കുക. പാട്ടി സാപ്പിട്ടീங்களா, നീങ്ക ടീ കുടിച്ചിங்களா, എന്നാ വിശേഷം, சொல்லுங்க പാട്ടി എന്നും പറഞ്ഞിട്ട് അവിടെയുള്ളവർക്ക് അവര് പ്രിയപ്പെട്ടവരായി. ഞാനതിങ്ങനെ നോക്കിക്കണ്ട് ആസ്വദിക്കാറുണ്ട്. ഒരിക്കലും അവരൊരു തെരുവിന്റെ ഇതിൽ വന്നവരാണ് എന്നുള്ള ഒരു, ഇപ്പോ എന്റെ DOP സർ ഈ ലൈവിലുണ്ട്, അറിയാവോ? അദ്ദേഹം അതിലുണ്ട്. ഈ ബാലമുരുകൻ നമ്മുടെ ലൈവില് ഫസ്റ്റ് വന്നു പോയി. അപ്പൊ അവര് പോലും എത്രയോ കൺസിഡറേഷനാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡിനെ മാറ്റിയാൽ തന്നെ ഭക്തിയിൽ ഉയരാൻ പറ്റും. അല്ലാതെ കുറെ വെളുവിളാന്ന് ചന്ദനങ്ങൾ വാരിപ്പൂശിയതുകൊണ്ടോ, കുറെ മാല ഇട്ടത് കൊണ്ടോ, കുറെ ഡ്രസ്സിൽ ചേഞ്ചസ് വരുത്തിയത് കൊണ്ടോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നും പറഞ്ഞിട്ട് ജപിച്ചത് കൊണ്ടോ കാര്യമില്ല. മനസ്സാദ്യം ക്ലീൻ ചെയ്യും.
മൈൻഡ് മാറ്റിയിട്ട് സ്വസ്ഥമാവുക. ആ സ്വസ്ഥതയിൽ ജപിക്കുന്ന ഓരോ ജപത്തിനും ഫലമുണ്ട്, ഇല്ലെങ്കിൽ ഫലമില്ല, വെറുതെയാ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഭൗതികമായിരിക്കുന്ന അധമ പ്രകൃതി എന്ന് പറയുന്നത്. അറിയാവോ, ഭൗതികമായിരിക്കുന്ന അധമ പ്രകൃതി എന്ന് പറയാൻ കാരണം അതാണ്. ഈ അധമ പ്രകൃതിയിൽ നിന്ന് മനസ്സിനെ ഒന്ന് ഉയർത്തുക, കുറച്ച് നല്ല ചിന്തകളിലേക്ക് വരിക, എല്ലാം നല്ലതായി കാണാൻ ശ്രമിക്കുക, നന്മയുടെ വഴിയിലേക്ക് പോവാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഉപാധിബദ്ധനായിരിക്കുന്ന ആത്മാവിനെ നിത്യബദ്ധൻ എന്ന് പറയുന്നു. ഓരോ ഉപാധികൾക്ക് നമ്മുടെ ആത്മാവ് പെട്ടുപോകരുത്. നമ്മുടെ ആത്മാവിനൊരു നിത്യതയുണ്ട്, മനസ്സിലായില്ലേ? ആ നിത്യതയിലൂടെ നമ്മുടെ ആത്മാവിനെ ട്രാവൽ ചെയ്യാൻ സമ്മതിക്കുക നമ്മൾ. അതെങ്ങനെയാ നിത്യത ഉണ്ടാവുന്നത് ആത്മാവിന്? നമ്മുടെ ചിന്തകൾ നല്ലതായാൽ ആത്മാവിന് നിത്യതയായി. എന്നേക്കും ബന്ധനത്തിൽ പെട്ടവൻ എന്നർത്ഥം. നിത്യത ഇല്ലെങ്കിൽ എപ്പോഴും ഈ അടഞ്ഞു കൂടിയ ഈ ഒരു ചിന്ത അങ്ങോട്ട് മാറ്റുക. അവിടെ എന്തോ ഉണ്ട്, ഇവിടെ എന്തോ ഉണ്ട്, അപ്പൊ എന്തോ ഉണ്ട്, എങ്ങനെയോ ഉണ്ട്. ഇതിങ്ങനെ ചിന്തിച്ച് 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 ഞാനൊക്കെയാണ് എന്താ ചെയ്യുന്നത്? ആ ശരി, ഓക്കെ, ഉണ്ട്, എന്തേ, വല്ല കുഴപ്പമുണ്ട്, എനിക്കല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്ന ആളാ. ആ ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെ അങ്ങനെ സമ്മതിച്ചു കൊടുക്കും. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ എന്നും ചോദിച്ചോണ്ട് ആ വഴിക്ക് അങ്ങ് പോകും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ബന്ധനത്തിൽ പെടാതിരിക്കുക, ഒരു ഫ്രീ ബേർഡായിട്ട് പാറി പറന്ന് ജീവിക്കുക. അതായത് വീട്ടിൽ കയറണ്ടെന്നല്ല, തീർച്ചയായിട്ടും സാർ, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. എല്ലാവരും നമ്മുടെ മിലിറ്ററി ഓഫീസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഉറപ്പായിട്ടും സാർ പ്രാർത്ഥിക്കും. അപ്പോ എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ് ആക്കുക. അപ്പൊ നമുക്ക് ചിരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എങ്ങനെ അറിയോ, ഈ ഇരിപ്പായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അങ്ങോട്ട് പോയാലോ, വന്നിരിക്കണവള് ഇതാ, ഇതിൽ നിന്നൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ആര് വന്നാലും ആര് പോയാലും ഈ അങ്ങനെ നമ്മൾ ഒരു മനസ്ഥിതിയിലേക്ക് മാറുക. ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറേ സമാധാനം കിട്ടും. നമ്മുടെ സമാധാനം ആര് കണ്ടെത്തണം? നമ്മൾ കണ്ടെത്തണം. ഇതാ രേണു മഹേന്ദ്രൻ ഒരു കൊട്ട സമാധാനം ഉണ്ട്, നീ വെച്ചോളൂ എന്നും പറഞ്ഞ് കൊണ്ടുത്തരൂ? ചാൻസേ ഇല്ല. നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, ഇതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. ആരോഗ്യമില്ല എങ്കിൽ ഒരാൾക്കും നമ്മളെ വേണ്ട, ഒരു മനുഷ്യനും വേണ്ട. യാത്ര പോകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, ആരോഗ്യം അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? മക്കൾക്കും മരുമക്കൾക്കും ഭർത്താവിനും ഭാര്യയ്ക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. അയ്യോ വരണ്ട, സമയം പോവും, നിങ്ങളെയും കൊണ്ട് നടന്ന നല്ല തിരക്കാ എന്നൊരു വാക്ക് നമ്മൾ കേൾക്കേണ്ടി വരും. അതിലുപരി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വാ. എന്താ കേക്കുന്നില്ല ബിന്ദുമ്മേ? ഒരു തേങ്ങ പോരെ നമുക്ക്? ക്യാബേജിലിടാൻ മാത്രല്ലേ വേണ്ടൂ? ഒരു തേങ്ങ മതി, പക്ഷെ പാതി തേങ്ങ തിരുവിട്ട് അകത്താക്കരുത്. തേങ്ങയ്ക്ക് ഭയങ്കര വിലയാ. ഒരു തേങ്ങ തിരുവാൻ വലിയ ഇഷ്ടം, ആർക്കും കൊടുക്കൂല. തേങ്ങ തിരുവിക്കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? കാൽ ഭാഗം തേങ്ങ ആളുടെ വയറ്റിലാ പോവുക. അമ്മക്ക് കറി വെക്കാൻ കിട്ടൂല, തേങ്ങയ്ക്ക് ഭയങ്കര വിലയാ. തേങ്ങ മറ്റേ തേങ്ങാ വെള്ളം കുടിക്കാൻ, തേങ്ങ തിരുവാൻ, ഇതൊക്കെയാണ് അളിയന്റെ താല്പര്യം. പാതി തേങ്ങ തിന്നാലോ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു ആരോഗ്യത്തെ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ആദ്യം കൂളാക്കി വെക്കാം. ആരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു, എവിടെ പോകുന്നു, ഇതൊന്നും നമ്മുടെ കൺസിഡറേഷൻ അല്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഹാപ്പി ആയിരിക്കുക. നമ്മൾ ഹാപ്പിയായാൽ മറ്റുള്ളവരും ഹാപ്പിയാണ്, നമ്മൾക്ക് ചുറ്റുമുള്ളവരും ഹാപ്പി ആയിരിക്കും, അല്ലേ? ഭൗതിക ചരിത്രത്തിൽ ഇന്ന ഘട്ടത്തിലാണ് ജീവന് ബന്ധനം വന്നുപെട്ടതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നത്? നമുക്ക് പറയാൻ പറ്റും. ഏത് ജന്മത്തിലാണ് നമ്മൾ ചെയ്തത് പറയാൻ പറ്റില്ല. ഈശ്വരന് പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റൂല. ഈ ഭൗതിക പ്രകൃതി ഒരു അധമ ശക്തിയാണെങ്കിലും അതിന്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോരാൻ അതിയായ പ്രയാസമുണ്ട്. സത്യല്ലേ? ഈ ഭൗതിക പ്രകൃതി എന്ന് പറയണത് ഭയങ്കരം ഒരു എന്താ പറയാ, കാന്തം പോലെയാണ്. ഇരുമ്പ് കാന്തം കണ്ട പോലെയാണ്.
പിടിച്ചതാ. പുറത്ത് വരാറുള്ള കുറച്ച് പ്രയാസമാണ്. പക്ഷേ നമ്മുടെ മനസ്സ് കൂളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് വരാൻ സാധിക്കും. ഉറപ്പായിട്ടും പുറത്തു വരാൻ സാധിക്കും. നമ്മൾക്ക് ആവശ്യമില്ലാത്തത് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുണ്ട്. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. നമ്മളെ ഒരിക്കലും 60 പേരല്ലേ, നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരാൾക്കും തെറ്റായ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ലൈസൻസ് നമ്മൾ കൊടുക്കാതിരിക്കുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സമാധാനത്തോടെ നല്ല രീതിയിൽ ഇഷ്ടമില്ലാതെ തന്നെ പറയും. മറ്റുള്ളവർക്ക് വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമാധാനം, നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. നമ്മൾ നല്ല ആസ്വാദകരാകുമ്പോൾ നമ്മൾക്കൊപ്പം ഉള്ളവരും ആസ്വദിക്കും, ഇല്ലേ? നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവിനും മക്കൾക്കും ഒക്കെ ഇരിക്കാൻ തോന്നും. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ കുറച്ച് വിഷമത്തിലാണ്, അവരെന്താ പറയാ, കുറച്ച് ദിവസം അവളുടെ കൂടെ പോയി നിന്ന ഒരു സമാധാനം. എന്തുകൊണ്ട് ആ സമാധാനം അവർക്ക് കിട്ടുന്നു? നമ്മൾ അവരോട് വഴക്കിടാത്തത് കൊണ്ട്. നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്, എന്നൊക്കെ ചിലപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറയും, ഏയ് എങ്കിൽ ഇരിക്കടി. ഞാൻ പറയും, വീട്ടില് എന്നാ പண்றேன்? ഒന്നുമില്ല, സുമ്മാதான் ഇருக்கு. ഇതാ മെസ്സേജ് പഠിക്കണമാ. ആ മെസ്സേജ് എല്ലാം ഉണ്ട്, എന്നാലും നോക്കാം. എന്തു പറ്റി? ഇല്ല, മൈൻഡ് ഏതോ അപ്സെറ്റ് ആയിരിക്കും. சரி கிளம்பி வா வீட்டுக்கு. വരവാ. ഏണ്ടി കേക്കറേ, നീ വാണ്ടല്ല. ഇതാണ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാറ്. വാ വീട്ടിക്ക്, വന്ന് പേസിക്കലാം. ഓക്കെ, ഇതോ വരെ എന്ന് പറഞ്ഞ് വന്നാല് ആദ്യം അവർക്ക് ഒരു കോഫി ഇട്ട് കൊടുക്കും. കോഫി ഇട്ട് കുളിച്ച് അവര് എങ്ങനെ നോക്കിയാലും ഈ ഭഗവാന്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് നീ ഇപ്പൊ സാപ്പിട്ടിയാ ഇല്ലയാ? അടുത്ത ചോദ്യം. അതെല്ലാം മീതി എല്ലാം അപ്പുറം, നീ സാപ്പിട്ടിയാ ഇല്ലയാ? ഇല്ലാന്ന് പറഞ്ഞാൽ ഉടനെ ഭക്ഷണം കൊടുത്ത് നമ്മൾ കഴിച്ച് അവിടെ റൂമിൽ പോയി AC ഇട്ടിരുന്ന് സംസാരിച്ച് അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞ് അത് നമ്മൾ കേട്ട് അതിനൊരു ഉത്തരം കൊടുത്ത് നീ റിലാക്സ് ആയിട്ട് കുറച്ച് നേരം ഉറങ്ങും. എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു നല്ല കോഫി ഇട്ടുതരാം. നമുക്കൊന്ന് അമ്പലത്തിൽ പോകാം, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് വാക്കിംഗ് പോകാം, നടക്കാൻ പോകാം, ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അതിനൊരു സൊല്യൂഷൻ നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര റിലാക്സ് ആയിരിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ അവരെ അത് ഒരു ആത്മഹത്യയിൽ നിന്ന് പോലും പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ എത്രയോ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്നു പോകാറുണ്ടെന്നറിയാമോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ചുറ്റുമുള്ള ആ ഒരു വൈബ്രേഷനെ പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കാം. ഇത് സൗഹൃദത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും അവർ നമ്മളെ തേടി വരും. ഉറപ്പായിട്ടും തേടി വരും. സമാധാനത്തോടെ ഇരിക്കും. ആദ്യം വേണ്ടത് സമാധാനമാണ്. അത് നമ്മൾക്കും വേണം, നമ്മൾ പുറത്തുള്ളവർക്ക് കൊടുക്കാനും ശ്രമിക്കണം. എങ്കിൽ മാത്രമായിരിക്കും ആ പോസിറ്റിവിറ്റി നിൽക്കുക. പോസിറ്റിവിറ്റിയിലാണ് ഈശ്വരൻ ഉള്ളത്. അല്ലാതെ എപ്പോഴും വയലൻസ്, ടെൻഷൻ, പ്രശ്നം, നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഇഷ്ടമുണ്ടാവില്ല അവിടെ പോകാൻ. അപ്പൊ ഭക്തിയെ നിലനിർത്തേണ്ടത് അങ്ങനെയാണ്. ഈശ്വരനിലൂടെ യാത്ര ചെയ്യേണ്ടത് അതുപോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഒരു ചായ ചോദിച്ച് കാപ്പി ചോദിച്ച് ആർത്ത് വിളിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ നോർമൽ ഭർത്താക്കന്മാരെന്താ ചെയ്യാ? മെല്ലെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, അപ്പുറത്തെ വീട്ടിൽ അച്ഛനും അമ്മയോ അല്ലെ ഏട്ടനോ ഏട്ടത്തിയമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്നൊരു ചായയും കുടിച്ച്, അല്ലെ കവലയിൽ ചെന്നൊരു ചായ കുടിച്ച്, ഒരു ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ച്, അല്ലെ സ്വമേധയാ കയറി ഒരു ചായ ഇട്ട് അപ്പൊ പറയലെന്താ, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി, ഇവിടെ വേറെ ഉള്ളവർക്ക് എന്തുണ്ട്, ഇന്നലത്തെ കാര്യം എന്തായി, പൈസ എന്തായി, അതെന്തായി. ഈ അവസ്ഥ വളരെ ദയനീയമാണ്. അമ്മോ, ഓടി രക്ഷപ്പെടാൻ തോന്നുന്നു ആ അവസ്ഥയിൽ നിന്ന്. പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം മെല്ലെ സമാധാനത്തിൽ ഒന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. കണ്ണ് തുറക്കുമ്പോൾ അടിയാണെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ല. മനസ്സിലാവണം. ഇവിടെ ആദ്യം ബിന്ദുമ്മയും ഞാനും അങ്ങനെയായിരുന്നു. ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ബിന്ദുമ്മ എന്തേലൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മോ, നമ്മളെ ഒരു ദിവസം പോകുന്നുള്ളതാ. പിന്നെ 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 ഞാൻ അവരെ ഇങ്ങനെ പറഞ്ഞു 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 ഇപ്പൊ ആള് റിലാക്സാ. കുറച്ച് ജോലിയൊക്കെ ആൾക്ക് അങ്ങോട്ട് കൊടുത്തു. ബിന്ദുമ്മേ, ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് ബിന്ദുമ്മ എണീറ്റ് കുളിക്കി. എന്നിട്ട് ബിന്ദുമ്മ ഭഗവാന്റെ പൂജയുടെ സാധനങ്ങളും എല്ലാം ഒന്ന് സെറ്റായി. ബിന്ദുമ്മ ഇതാ വിളക്കണഞ്ഞു, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്ക്. ഗുരുവായൂരപ്പന്റെ കാര്യം കേട്ടോ ബിന്ദുമ്മേ, സെറ്റ് പക്ക. ഇപ്പൊ നോ മോർ പ്രോബ്ലംസ്. ആള് കുറച്ച് ഉത്തരവാദിത്തങ്ങളിൽ പെട്ടപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളിലൂടെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതെന്താ വെച്ചാല് നമ്മൾ ആ ഒരു അവസ്ഥയെ ഒന്ന് മാറ്റിമറിക്കാം. സമാധാനം എവിടെയുണ്ടോ അവിടെ ഈശ്വരനുണ്ട്, അവിടെ ലക്ഷ്മി ദേവി ഉണ്ട്. സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ എന്താണ് അതെ, എന്തായി, നമ്മുടെ
ലക്ഷ്മി ദേവിക്ക് അവിടെ സ്ഥാനമില്ലാതെ പിന്നെ ഭയങ്കര ദുരിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവിടെ ഒരു ഡാർക്ക്നെസ് ആണ്. ആ ഡാർക്കിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഒന്ന് ശ്വാസം ഇതിലൂടെ എടുത്തൊന്ന് ഇവിടേക്ക് വരുന്നത് വരെ റിലാക്സ് ആയിട്ടിരിക്കുക. ഓക്കെ. ദിവ്യബന്ധം കൊണ്ടും ഈശ്വരേച്ഛ കൊണ്ടും പ്രവർത്തിക്കുന്നത് കൊണ്ടും അധമമായ ഈ ഭൗതിക പ്രകൃതിയെ ഇവിടെ ദിവ്യ പ്രകൃതിയായി നിർവചിച്ചിരിക്കുന്നു. എന്താ പറയുന്നത്? ദിവ്യബന്ധം കൊണ്ട്. എങ്ങനെയാണ് ദിവ്യമായ ഒരു ബന്ധം ഭഗവാനോട് നമുക്ക് ഉണ്ടാവുന്നത്? നമ്മുടെ മനസ്സ് സ്വസ്ഥമായാൽ ദിവ്യമായ ബന്ധമായി, ഇല്ലേ? മനസ്സ് സ്വസ്ഥമായി കഴിഞ്ഞാൽ ദിവ്യമായ ബന്ധമായി. ഒന്നും വിചാരിക്കല കേട്ടോ, ഇവിടെ കാല് വെക്കാൻ സൗകര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറെ നേരം ഇങ്ങനെ ഇരിക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ ദിവ്യമായിരിക്കുന്ന ഒരു ബന്ധം അത് ഉണ്ടാവും നമുക്ക് ഭഗവാനുമായിട്ട് സമാധാനത്തിലൂടെ പോകുമ്പോൾ, ഇല്ലേ? അങ്ങനെ സമാധാനത്തിലൂടെ പോകുമ്പോൾ ഒരു ദിവ്യമായ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈശ്വരേച്ഛ കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട്, അതായത് ഭഗവാന്റെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് അധമമായിരിക്കുന്ന ഈ ഭൗതിക പ്രകൃതിയെ നമുക്ക് എന്താക്കിയെടുക്കാൻ പറ്റും? നല്ല സമാധാനമുള്ള ഒരു അവസ്ഥയാക്കി എടുക്കാൻ പറ്റും. ക്ലിയർ? നല്ല സമാധാനത്തിലുള്ള ഒരവസ്ഥയിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. അതിനെ നമുക്ക് ദിവ്യമാക്കി എടുക്കാൻ പറ്റും. അതായത് ഏത് മോശമായിരിക്കുന്നതിനെയും നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് സാരം. അധമ പ്രകൃതിയാണെങ്കിലും, ഈ പ്രകൃതി അധമ പ്രകൃതിയാണെങ്കിലും അത് ഈശ്വരേച്ഛ കൊണ്ട് നയിക്കപ്പെട്ട് ഭഗവാന്റെ തീരുമാനങ്ങൾക്ക് വിധേയപ്പെട്ട് പോകുന്നത് കൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരങ്ങളിൽ, പ്രപഞ്ചത്തിലെ സൃഷ്ടിയുണ്ട്, സംഹാരമുണ്ട്, അല്ലെ? അങ്ങനെയുള്ള സൃഷ്ടി സംഹാരങ്ങളിൽ നയിക്കപ്പെട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരങ്ങളിൽ അത്ഭുതകരമാവുന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. അതായത് ഈ ലോകത്തില് എത്ര നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഈശ്വരന്റെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോയപ്പോ അതിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. നമ്മുടെ ലൈവ് ക്ലാസ് കാണുന്ന എല്ലാവരും മഞ്ജരീസിന്റെ പേജിന്റെ താഴെയുള്ള ഫോളോ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ ലൈവ് കിട്ടാൻ താമസിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈവ് തുടങ്ങിയെന്ന്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ എല്ലാവരും ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഫോളോ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്, ഇവര് നമ്മുടെ ഫോളോവർ ആണോ അല്ലയോ. ആ ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മഞ്ജരീസിന്റെ പേജിൽ കയറി ഫോളോ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക, മറക്കരുത്. അപ്പോ ഇങ്ങനെ പ്രവർത്തിച്ച് നമ്മൾ നമുക്ക് ചുറ്റും നല്ല സമാധാനമൊക്കെ കണ്ടെത്തി സ്വസ്ഥമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുള്ള ജീവിതം കിട്ടും. ഇങ്ങനെയുള്ള അവസ്ഥയെ നമ്മൾ എന്താ പറയാന്നറിയോ? അങ്ങനെ ഈശ്വരന്റെ തീരുമാനത്തോടു കൂടി നല്ല നിലയ്ക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പഠിക്കുന്ന ശാസ്ത്രത്തെ ഒരു പേര് പറയും. എന്താ പറയാ? വൈദിക ശാസ്ത്രം എന്ന് പറയും. ഇതാണ് വൈദിക ശാസ്ത്രം. അല്ലാതെ നമ്മുടെ വൈദിക ശാസ്ത്രം അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ജീവിക്കും, നമ്മൾ അങ്ങനെ ജീവിക്കും, അതൊന്നും വേണ്ട. നമ്മൾ നമ്മളായിരിക്കുക. നമുക്ക് കളിക്കാനറിയാം, ചിരിക്കാനറിയാം, തമാശ പറയാനറിയാം, ബന്ധങ്ങളെ അംഗീകരിക്കാൻ അറിയാം, നിരാകരിക്കേണ്ടത് നിരാകരിക്കാൻ അറിയാം. നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, നമ്മുടെ ഭക്തി, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്ര. ഇത് പഠിപ്പിക്കുന്ന ശാസ്ത്രത്തെ നമ്മൾ വൈദിക ശാസ്ത്രം എന്ന് പറയും. സാറ് വിളിക്കുന്നുണ്ട്. ഇത് പഠിപ്പിക്കുന്ന ശാസ്ത്രത്തെ നമ്മൾ വൈദിക ശാസ്ത്രം എന്ന് പറയും. ഓക്കെ. മായാം തു പ്രകൃതിയും വിദ്യാൻ മായിനാം തു മഹേശ്വരം. മായ അസത്യവും ക്ഷണികവുമാണ്. മനസ്സിലാവുന്നുണ്ടോ? മായ അസത്യമാണ്, ക്ഷണികമാണ്. എന്നാൽ അതിനു പിന്നിൽ നിൽക്കുന്ന പരമോന്നതമായ ഇന്ദ്രജാലക്കാരനാകട്ടെ സർവനിയന്താതാവും സർവേശ്വരനുമായിരിക്കുന്ന ഭഗവാനാണ്. ഓക്കെ. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, മായ എന്ന് പറയുന്നത് എന്താണ്? അസത്യമാണ്, ക്ഷണികമാണ്. അത് വളരെ കുറച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് സാരം. ഓക്കെ. അപ്പൊ അതൊന്ന് ചിന്തിക്കാം. ഗുണമെന്ന വാക്കിന് കയറെന്നും ഒരർത്ഥമുണ്ട്. ഓക്കെ. ഗുണമെന്ന വാക്കിന് കയർ എന്നൊരർത്ഥമുണ്ട്. ബന്ധനായിരിക്കുന്ന ജീവൻ വ്യാമോഹത്തിന്റെ പാശങ്ങളിൽ കെട്ടിവരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം എന്താണ്? ഒരു ബന്ധനമാണ്. ഈ ബന്ധനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യാമോഹമുള്ളത് കൊണ്ടാണ്, അമിതമായ ആസക്തികളുള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവിതമെല്ലാം ഒരു കയർ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. സർ
சார் அந்த ஃபோன்ல நான் கிளாஸ் எடுத்துட்டு இருக்கு சார், அதான் கட் பண்ணேன். திருப்பி பேசவா சார்? அந்த ஃபோன்ல நான் கிளாஸ் எடுத்துட்டு இருக்கு சார், லைவ் கிளாஸ் போயிட்டு இருக்கு, பகவத்கீதா கிளாஸ். ஆமா சார், ஆமா, அதான் கட் பண்ணேன். திருப்பி பேசவா சார்? முடிச்சிட்டு கால் பண்றேன் சார். ஆமா சார், ஆமா, லைவ் போயிட்டு இருக்கு, முடிச்சிட்டு கால் பண்றேன் சார். முடிச்சிட்டு கால் பண்றேன் சார். ஹலோ, கேக்குதா? சார், நான் கிளாஸ் முடிச்சிட்டு கால் பண்றேன். ஆமா சார், கிளாஸ் முடிச்சிட்டு கால் பண்றேன். ഓക്കെ. ഈശ്വര, 3 ക്ലാസ് എടുക്കാൻ പറ്റൂലേ? ഇതാണ് കുഴപ്പം, എപ്പോൾ വർക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ഒന്നും വിചാരിക്കരുത്, എമർജൻസി കോൾസേ ഞാൻ അറ്റൻഡ് ചെയ്യില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഈ വ്യാമോഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്കില്ലാത്തത്, നമുക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ അതിനോടുള്ള മനസ്സിന്റെ ആസക്തിയാണ് വ്യാമോഹം എന്ന് പറയുന്നത്. അവന് 2 ഉണ്ട്, അവന് 3 ഉണ്ട്, എനിക്ക് ഒന്നുപോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കരുത്. അവനുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, നമുക്കില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ പല ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് താമസിക്കുമ്പോഴേ, അപ്പൊ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് മാസങ്ങളോളം വർക്ക് ഉണ്ടാവില്ല. അവരെന്താ ചെയ്യാറിയോ? രാവിലെ എഴുന്നേക്കും, ഷൂട്ടില്ല. എന്നാൽ കൂടെയുള്ള ഒരു ആർട്ടിസ്റ്റിനോ ഡെയിലി വർക്കായിരിക്കും. അവർ പോണു സമ്പാദിക്കണോ, ഭയങ്കര ബിസി ഷെഡ്യൂൾ. ഇത് കാണുന്ന കൂടെ ഇരിക്കുന്നവനോ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? ആർക്കാണോ ഷൂട്ടുള്ളത് അവർക്ക് രാവിലെ പോകാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഷൂട്ടില്ലാത്ത ആള് ചെയ്തു കൊടുക്കും. സീരിയസ്ലി, കോസ്റ്റ്യൂമിലിരുന്ന്, മറ്റു കാര്യങ്ങളിലിരുന്ന്, ഫുഡിലിരുന്ന് എല്ലാം ചെയ്തു കൊടുക്കും. അവനുണ്ട്, എനിക്കില്ല എന്ന മനോഭാവം നമുക്കുണ്ടാവില്ല. ആ മനോഭാവം വന്നാൽ നശിച്ച്. സീരിയസ്ലി, ഇന്നലെയും കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൽ പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞ് മാനേജർ വിളിച്ചപ്പം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത വേറൊരു ആർട്ടിസ്റ്റിനെ കണക്ട് ചെയ്ത് കൊടുത്തു. കാരണം എന്താ? അവർക്കും ഉണ്ടാവട്ടെ, നമുക്കും ഉണ്ടാവട്ടെ, വീണ്ടും ആ ബന്ധം തുടരാനൊരു സാഹചര്യമായി അല്ലേ? അല്ലാണ്ട് വേണ്ട കൊടുക്കണ്ട, അവർക്ക് കിട്ടണ്ട, ആ മനസ്ഥിതി വേണ്ട. അത് തെറ്റാണ്. നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് എന്ന് ഒരിക്കലും തോന്നരുത്. നമുക്കുള്ളത് മറ്റുള്ളവർക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാനും പാടില്ല. കാരണം എന്താ? ഇതെല്ലാം ഈശ്വരന്റെ തീരുമാനമാണ്. മറ്റുള്ളവർക്കുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ, നമുക്കില്ലെങ്കിൽ വേണ്ട. ചിലപ്പോൾ നമ്മൾ കഴുത്തേലിടുന്നത് റോൾഡിന്റെ മാലയായിരിക്കും, നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവർ ചിലപ്പോൾ സ്വർണത്തിന്റെ ആയിരിക്കും ഇടുന്നത്. അത് കണ്ട് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അതെങ്കിൽ അത് ഉണ്ടല്ലോ എന്ന മനോഭാവത്തിൽ മുന്നോട്ട് പോവുക. എല്ലാത്തിനും ഈശ്വരനോട് കടപ്പെട്ടിരിക്കുക, നന്ദി പറയാം. ആഗ്രഹങ്ങൾക്കെല്ലാം പരിമിതിയായിട്ടുള്ള ഒരു ആവശ്യം, അങ്ങനത്തെ ഒരു ജീവിതത്തിലൂടെ പോവുക. ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ കുറച്ച് വില കുറഞ്ഞായിരിക്കും, ക്യാമറ ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒപ്പമുള്ള ഒരു ഐഫോണൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ഇതെത്രയാ? ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങണം, ഇതൊക്കെ വേണ്ടെന്നേ. അതിന്റെ പിന്നാലെ പോയിട്ട് ഞാൻ അതിന്റെ ലോൺ അടയ്ക്കാനോ? നമുക്ക് എപ്പോൾ അതിനൊരു സാഹചര്യം വരുന്നോ, സാധിച്ചാൽ വാങ്ങാൻ, ഇല്ലെങ്കിൽ വേണ്ട, വിട്ടേക്കുക. അങ്ങനെ നമ്മളങ്ങ് സിമ്പിളായിട്ട് പോവാം. ഈ ഒരു വ്യാമോഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എന്തായി? നമ്മുടെ ആത്മാവ് ബന്ധനത്തിൽ പോവില്ല. ആലോചിച്ചോ. ഈ വ്യാമോഹമാണ് എന്ത്? കയറെന്ന് പറയുന്നത്. ഈ കയറുകൊണ്ട് അങ്ങോട്ട് കെട്ടുകയാണ്. ഈ വ്യാമോഹം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അങ്ങ് കെട്ടിവെക്കുകയാണ്. ആ കെട്ടിവെക്കൽ നമുക്ക് വേണ്ട. നമ്മളെ എന്തിനാ അങ്ങനെ കെട്ടിവെക്കാൻ നോക്കണേ? നമുക്ക് ആഗ്രഹങ്ങളും ഇല്ല, ആവശ്യങ്ങളും ഇല്ല, കാര്യങ്ങൾ നടന്നു പോണു, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് അങ്ങനെയാവണം, ഇങ്ങനെയാവണം, അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്ക് വേണ്ട. റിലാക്സ് ആയിട്ടിരിക്കാം. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഒരാൾക്ക്, കൈയും കാലൊക്കെ കെട്ടിവെച്ച ഒരാൾക്ക് സ്വയം സ്വതന്ത്രനാകാൻ വയ്യ അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരത്തെ അങ്ങ് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ ഒരു ഫ്രീഡം കിട്ടുന്നത്? ഫ്രീഡം കിട്ടൂല. അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ കെട്ടിവെക്കരുത്. നമ്മൾ സ്വതന്ത്രരാണ്. നമ്മൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കും. എല്ലാവർക്കും ഇപ്പൊ സുനിത വില്യംസ് ആവാൻ പറ്റുമോ? എല്ലാവർക്കും കൽപ്പന ചൗള ആവാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അവരെ കൊണ്ട് സാധിച്ചു. അവരവരുടെ 59ാമത്തെ വയസ്സിലാണ് പോയത്. ഇവിടെ 59 വയസ്സുള്ള ഒരു ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് പോണെങ്കിൽ മെല്ലെ 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 മെല്ലെയാണ് നടന്നു പോണത്. അപ്പൊ ആ മാം അവിടം വരെ പോയിട്ട് വന്നു എന്ന് കരുതി എനിക്കും പറ്റും എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി പോകാൻ പറ്റുമോ? ഇല്ല. അതിന് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളും അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മനസ്സിലാവുന്നില്ലേ? ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്.
നമ്മൾക്ക് എന്താണോ ഈശ്വരൻ പറഞ്ഞത് അതേ നമ്മളെ കൊണ്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് 24 മണിക്കൂർ എന്റെ ജീവിതം ഈ അടുക്കളയിൽ തീരും. അയ്യോ, നിങ്ങൾ ഉണ്ടാക്കുന്ന പോലത്തെ ഭക്ഷണം ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ആ അടുക്കളയിൽ സസ്റ്റെയിൻ ചെയ്യുന്ന പോലെ ഒരിക്കലും ഒരാൾക്കും പറ്റില്ല. ആ വീട് അത്രയും മനോഹരമാക്കി വെക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. നമ്മുടെ പിള്ളേരെല്ലാരും വാരി വലിച്ചിടുമായിരിക്കും, എങ്കിലും നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നമ്മൾ ശപിക്കരുത്. നമ്മൾ എന്താ പറയാ, നമ്മൾ അങ്ങോട്ട് ഇത്ര ഉള്ളൂ, ഇനി കുറച്ച് നാൾ അങ്ങ് ജീവിക്കണം, പിന്നെ ആ ജീവിതം കഴിഞ്ഞു, അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട. നമ്മൾ ജീവിക്കുന്നു. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ എന്തിയാന്നറിയോ, ഒരു നല്ല റോസാച്ചെടി കൊണ്ടുപോയി ഒരു തൊട്ടിയിൽ വെച്ചിട്ട് അതിനെ ഒന്ന് പരിപാലിക്കുക. അത് പൂത്തരും. നമ്മളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണത്. കുറച്ച് മല്ലി എടുത്തിട്ട്, കൊത്തമല്ലി എടുത്തിട്ട് നനച്ച് ഒരു ചട്ടിയിലിട്ട് വെക്കുക. അത് വളർന്നാൽ ചീരയായി. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ശ്രമം നടത്തുക. അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാം, ഡൈവേർട്ട് ചെയ്ത് വിടുക. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ഒന്നും വായിക്കാൻ അറിഞ്ഞുകൂടാ, ഒന്ന് ശ്രമിക്കുക. വായിക്കാൻ, വാക്കുകൾ ചേർത്ത് വെച്ച് വായിക്കാൻ ഒന്ന് ശ്രമിക്കുക, കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് വേർതിരിച്ചാൽ തീരുന്നതേ ഉള്ളൂ നമ്മുടെ ഈ അപകർഷതാബോധവും നമ്മുടെ ഈ ഏകാന്തമായിരിക്കുന്ന അവസ്ഥയും ഒക്കെ. അതൊക്കെ അങ്ങോട്ട് മാറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നമ്മളായിട്ടിരിക്കുക. നമ്മൾക്ക് എല്ലാവർക്കുള്ളിലും ഒരു കഴിവുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കുള്ളിലും ഒരു സൗന്ദര്യമുണ്ട്. അങ്ങനെ ഒരു മനോഭാവത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവാം. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളെ ഒന്നിനും കൊള്ളില്ല, നമ്മൾ വേസ്റ്റ് ആണ്, നമ്മളെ എല്ലാവരും ചീത്ത പറയണു, വിഷമിപ്പിക്കണു, സങ്കടപ്പെടുത്തണു, ഇങ്ങനെയുള്ള അപകർഷതാ ബോധവുമായിട്ട് ഇരിക്കുന്നവര് 10 ദിവസം ഒരാൾ കേൾക്കും, 11ന്റെ അന്ന് ആരും കേൾക്കില്ല. ഈ പറയുന്ന ഞാൻ പോലും കേൾക്കില്ല. സത്യമാണ്. കാരണം അതൊരു നെഗറ്റിവിറ്റിയാണ്. ആ നെഗറ്റീവിൽ നിന്ന് നമ്മൾ എപ്പോഴും പുറത്തു വരാനേ ശ്രമിക്കൂ, അല്ലെ? നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ 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 പുതിയ പുതിയ തലങ്ങൾ കണ്ടെത്തുക, സന്തോഷം കണ്ടെത്തുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചാൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തായി. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എപ്പോഴും പുറത്തിറങ്ങി നടക്കുക, കുറേ ടൂറ് പോവുക, അല്ലെങ്കിൽ കൂട്ടുകാരുമായി അടിച്ചു പൊളിച്ച് നടക്കുക, ഇതല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ്. മനസ്സിന്റെ സ്വാതന്ത്ര്യം എത്രത്തോളം നമ്മൾ അനുഭവിക്കുന്നോ അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അതിന് നമ്മൾ എങ്ങോട്ടും പോകണ്ട, ഇരിക്കുന്നിടത്ത് ഇരുന്നാൽ മതി. മനസ്സിലാവുന്നില്ലേ? ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ട് നമുക്ക് മനസ്സിന്റെ സ്വാതന്ത്ര്യം ഉണ്ടാക്കാം. ഒരു അടുക്കളത്തോട്ടം തന്നെ നിർമ്മിക്കുക, ഒഴിവ് സമയങ്ങൾ അവിടെ ചെലവഴിക്കുക. എത്ര രസമായിരിക്കുന്ന ആലോചിച്ച് നോക്കൂ. ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വന്ന് എൻ്റെ തോട്ടത്തിലൊക്കെ ഇറങ്ങി എൻ്റെ കുറെ കുട്ടി ചെടികളെയൊക്കെ നോക്കി അവരെയൊക്കെ പരിപാലിച്ച് അവരെയൊക്കെ ഒന്ന് തലോടി തൊട്ട് അതിനെയൊക്കെ ഒന്ന് ഉമ്മ വെച്ച് ചട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി തിരിച്ചു വന്ന് പൂജ ചെയ്ത് ക്ലാസ് എടുത്ത് കുറച്ചൊരു 5-10 മെസ്സേജ് നോക്കി, ആഹാരത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കി, എന്തെങ്കിലും പെൻഡിങ്സ് ഉണ്ടോ നോക്കി, കുറച്ചു നേരം കിടക്കാൻ നേരം എന്തെങ്കിലും ഒരു ഗ്രന്ഥം എടുത്ത് വായിച്ച് ആ ബുക്ക് അങ്ങനെ വെച്ച് ഉറങ്ങിപ്പോവും. കാരണം എന്താ, ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് കേൾക്കാനിരിക്കുന്നത്. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം ഞാൻ വായിക്കണം. ഈ തിരക്കിന്റെ ഇടയിൽ വായിക്കാതിരിക്കാൻ പാടില്ല. രാത്രി കിടക്കാൻ നേരം കുറച്ച് ഇങ്ങനെ വായിച്ച് അങ്ങനെ ഉറങ്ങിപ്പോവും. പിന്നെയും രാവിലെ എണീറ്റിട്ട് ആസ് യൂഷ്വൽ നമ്മുടേതായ ലോകത്ത് പച്ചക്കറികൾ വാങ്ങാൻ പോകും. ചില സ്ത്രീകൾ പറയാറുണ്ട്, അയ്യോ എനിക്ക് അറിഞ്ഞൂടാ കടയിൽ പോകാൻ, ഞാൻ പോകില്ല, ചേട്ടനാ വാങ്ങിക്കുക, ഞാൻ അത്ര പോലും പുറത്തിറങ്ങില്ല. എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ദേഷ്യം വരും. കാരണം എന്താ അറിയോ, ഈ പറയുന്ന വ്യക്തി ഇല്ലെങ്കിൽ ഇവര് ജീവിക്കൂലേ? ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൈ ഇങ്ങനെ പിടിച്ചേ പോവും, ചേട്ടന്റെ കൈ ഇങ്ങനെ പിടിച്ചേ പോവും. അപ്പൊ അങ്ങനെയുള്ളവർ അങ്ങനെ കാലാകാലം ജീവിക്കത്തുള്ളൂ? ഒരിക്കലും. നമുക്കൊരു ഇൻഡിപെൻഡൻസി വേണം. മനസ്സിലായില്ലേ? നല്ല സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ബ്രദേഴ്സിന്റെ വൈഫ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് പച്ചക്കറി വാങ്ങാൻ കടയിലോട്ട് പോവുക, സാധനങ്ങൾ വാങ്ങാൻ പോവുക, ആ സാധനങ്ങളുടെ വില മനസ്സിലാക്കുക. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് എൻഗേജ്ഡ് ആക്കുക. അല്ലെങ്കിൽ ഒരു കർട്ടൺ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് തുന്നിക്കൂട്ടാനൊക്കെ ഒന്ന് നല്ല ഡിസൈൻസ്, പൂവൊക്കെ തുന്നാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യണം എന്നുള്ള മൈൻഡ് അങ്ങോട്ട് മാറും. ഹസ്ബൻഡിനെ ഇറിറ്റേറ്റ് ചെയ്യണം, വൈഫിനെ ഇറിറ്റേറ്റ് ചെയ്യണം, കുട്ടികളെ മേലെ ചൊറിയണം. ഈ മൈൻഡ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ റിലാക്സ് ആയി. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ നമ്മൾ സ്വസ്ഥമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഒരിക്കലും ബന്ധനത്തിൽപ്പെടില്ല. ബന്ധനത്തിൽപ്പെട്ട മനസ്സിനും ആത്മാവിനും എന്തില്ല? ഈശ്വരീയ ഗുണങ്ങളില്ല, ഈശ്വരീയ ചൈതന്യമില്ല. ക്ലിയർ?
ബന്ധനത്തിൽ പെടാത്ത ഒരാൾ അയാളെ സഹായിക്കണം. വേണ്ടേ? കൈകാല് കെട്ടിട്ട ആളെയാട്ടോ പറയുന്നത്. ഒരിക്കലും ഈ കെട്ടുവീണ ആളെ സഹായിക്കാൻ പറ്റില്ല. രണ്ടുപേരെ കെട്ടിട്ട് കഴിഞ്ഞാൽ രണ്ടുപേർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റില്ല. രക്ഷകൻ സ്വതന്ത്രനായിരിക്കണം, അല്ലെ? ആയതിനാൽ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന വിശ്വാസ്യനായ ഗുരുവിനോ മാത്രമേ ബന്ധനായ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് കൃഷ്ണനോ ഒന്നുകിൽ ഭഗവാന് അല്ലെങ്കിലോ ഭഗവാനെ പ്രതിനിധീകരിക്കുന്ന വിശ്വാസ്യനായ ഗുരുവിനോ മാത്രമേ ഒരു ബന്ധനത്തിൽപ്പെട്ട ജീവാത്മാവിനെ മോചിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു വിശിഷ്ട സഹായമില്ലാതെ, നമ്മുടെ നെറ്റിയിൽ പൊട്ടില്ലല്ലോ, അങ്ങനെ ഒരു വിശിഷ്ട സഹായമില്ലാതെ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് ആർക്കും വിട്ടുപോകാൻ സാധിക്കില്ല. എന്താ പറയുന്നത്? ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് ആർക്കും വിട്ടുപോകാൻ കഴിയില്ല. നമ്മളിവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കേണ്ടി വരും ജീവിതത്തിൽ. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. മനസ്സിലാവുന്നുണ്ടോ? ഭക്തിപൂർവകമായിരിക്കുന്ന സേവനം അഥവാ കൃഷ്ണാവബോധം കൊണ്ട് മോചനം നേടാം. നല്ല കൃഷ്ണാവബോധം കൊണ്ട് മോചിക്കപ്പെടാൻ സാധിക്കും. എത്രയോ പേര് മഞ്ജരീസിൽ നിന്ന് എത്ര സഹസ്രനാമങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു വീട്ടില്. ഇന്ന് വരെ തുറക്കാത്ത എത്ര പുസ്തകം ഉണ്ടെന്ന് അറിയാം ഓരോരുത്തരുടെ വീട്ടില്. മാതാജി, എനിക്ക് സഹസ്രനാമത്തിന്റെ ഫുൾ സെറ്റും വേണം മാതാജി, എനിക്ക് എന്താ പറയാ കൃഷ്ണ പരമ ദിവ്യോത്തമ പുരുഷൻ വേണം, ഭഗവത്ഗീത വേണം മാതാജി, എനിക്ക് കൃഷ്ണാവബോധം വേണം, വൈഷ്ണവഗീതം വേണം മാതാജി. എല്ലാം മേടിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞ് കൃഷ്ണ എനിക്ക് ഏകാദശിക്ക് കിട്ടി, ഭഗവാനേ എന്റെ കൂടെ ഉണ്ട് ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂജാമുറിയിൽ അല്ലെങ്കിൽ ഷെൽഫിലെടുത്തു. ഇന്ന് വരെ അത് തുറന്നിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെയാ കൃഷ്ണാവബോധം വരിക? ഒഴിവ് സമയങ്ങൾ അതൊക്കെ ഒന്ന് തുറക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ഡിസിപ്ലിനോട് കൂടി തുറക്കാൻ പറയണില്ല. ഒഴിവ് സമയങ്ങൾ വെറുതെ മൊബൈലിൽ നോക്കി കുറെ റീൽസും കണ്ട് എന്നും പറഞ്ഞ് ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്ന നേരം ഉണ്ടെങ്കിൽ ആ റീൽസും മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ഭംഗിയായിട്ട് അടക്കത്തോടു കൂടിയിരിക്കുന്ന ആ പുസ്തകം ഇങ്ങോട്ട് എടുക്കുക, ഒന്ന് വായിക്കുക. എന്താണ് കൃഷ്ണാവബോധം? കൃഷ്ണ കോൺഷ്യസ്നസ് എന്താണ്? ഭൗതിക പ്രകൃതി? മാതാജി ക്ലാസ് എടുക്കുന്ന ഈ ഗീത എന്താണ്? ഇന്ന് ഞങ്ങൾ എവിടം വരെ എത്തി? ഇതൊക്കെ ഒന്ന് വായിക്കുക. ഒന്ന് തൊട്ടാ മതി ആ പുസ്തകം, നമ്മൾ പിന്നെ അതിലേക്ക് അങ്ങനെ ലയിച്ചു പോകും. മനസ്സിലായില്ലേ? അങ്ങനെ 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 നമ്മൾ ഇങ്ങനെ വേറൊരു ലോകത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കും. അപ്രതിരോധിതമായിരിക്കുന്ന ശക്തിയെ, അതായത് പ്രതിരോധിക്കാൻ ഒഴിവാക്കാൻ കഴിയാത്ത ശക്തിയെ വരുതിയിൽ നിർത്തിക്കൊണ്ട് ബന്ധനായിരിക്കുന്ന ജീവാത്മാവിന് മുക്തി നൽകാൻ മായാധീശനായ കൃഷ്ണന് കഴിവുണ്ട്. നമുക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടിയും നമ്മൾ കൃഷ്ണാവബോധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജീവാത്മാവിനെ മായയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൃഷ്ണന് സാധിക്കുന്ന പറയണത്. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ തന്നിരിക്കുന്ന ബുക്കുകളൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കുക, ഒന്ന് വായിക്കുക. ഒരു പേജ്, ഒരു 10 ലൈൻ വായിച്ചാൽ മതി. ഒന്ന് വായിക്കുക. ഓട്ടോമാറ്റിക്കലി കൃഷ്ണൻ നമ്മളിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണൻ ഉറപ്പായിട്ടും നമ്മളിലേക്ക് വരും. കൃഷ്ണാവബോധത്തിന് വരാനൊരു വഴി കൊടുത്താലേ കൃഷ്ണാവബോധം കയറിയിട്ട് അതിലൂടെ കൃഷ്ണൻ വരൂ. കൃഷ്ണാവബോധത്തിന് വരാൻ വഴി കൊടുത്തിട്ടില്ലെങ്കിൽ കൃഷ്ണനും വരില്ല, കൃഷ്ണാവബോധം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കിടക്കും. എന്നൊക്കത് അപ്പൊ നമ്മൾ എന്താവും? അങ്ങനെ കിടക്കും. അപ്പോ നമ്മള് എന്ത് ചെയ്യാ? നോർമലായിട്ട് കൃഷ്ണാവബോധത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ട്രാവൽ ചെയ്ത് പോകണം. അതർവൈസ് നമുക്കൊരിക്കലും കൃഷ്ണാവബോധം വരില്ല. അപ്പൊ ആ പൊടി പിടിക്കാതെ അലമാരയ്ക്കകത്ത് സൂക്ഷിച്ച് വെച്ച മഞ്ജരീസിന്റെ കവറിന്റെ അകത്തിട്ട് വെച്ച ആ ബുക്കിനെ ഇന്ന് തന്നെ ഒന്നിങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് ഒന്ന് വായിക്കുക. നേരം ഏതും ആയിക്കോട്ടെ. അതിനൊരു 100 കാരണങ്ങൾ ദൈവത്തോർത്ത് പറയരുത്. മാതാജി, ഞാൻ അശുദ്ധിയാണ്, എനിക്ക് പെലയാണ്, ഈ കാരണങ്ങളൊന്നും വേണ്ട. എടുത്തങ്ങോട്ട് വായിച്ചോളൂ, എല്ലാം ഭംഗിയാവും. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നും ഭംഗിയാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൗലികമായിരിക്കുന്ന തന്റെ അരുമപുത്രനെ കൊണ്ടുള്ള പിതൃവാത്സല്യത്താലും സ്വയം സമർപ്പിതമായിരിക്കുന്ന ഒരു ജീവനിലുള്ള അഹേതുമായിരിക്കുന്ന കാരുണ്യത്താലുമാണ് ഭഗവാൻ ഇങ്ങനെ ബന്ധനമുക്തി നൽകുന്നത്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭഗവാന് നമ്മളോടുള്ള ആ ഒരു കുഞ്ഞിനോട് ഒരു അച്ഛനുള്ള ഒരു സ്നേഹം പോലെ ഭഗവാന് നമ്മളോടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ട് മാത്രമാണ് ഭഗവാൻ നമ്മളെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ സ്വയം സമർപ്പിക്കുക മാത്രമാണ്
ഭൗതിക പ്രകൃതിയുടെ അലംഘനീയമായിരിക്കുന്ന പിടുത്തത്തിൽ നിന്ന് വിടുതി നേടാനുള്ള ഒരേ ഒരു ഉപായം എന്താണ്? കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ സ്വയം സമർപ്പിക്കുക. ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ അങ്ങനെ സ്വയം സമർപ്പിതമാവുക. കേൾക്കും അതൊക്കെ കേൾക്കും. സ്വയം സമർപ്പിതമാവുക. അങ്ങനെ സമർപ്പിതമായി കഴിഞ്ഞാൽ അലംഘനീയമായിരിക്കുന്ന പിടുത്തത്തിൽ നിന്ന് വിടുതി നേടാനുള്ള ഒരു ഉപായമായി, ഒരു വഴിയായി ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ സ്വയം സമർപ്പിതമായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു വഴിയായി അത്. ഓക്കെ, മാമേവ എന്താണ്? മാമേവ എന്ന വാക്കുകൾ വളരെ പ്രാധാന്യമുണ്ട്. എന്താ ആ വാക്കിന്റെ അർത്ഥം? മാം എന്നാൽ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ മാത്രം ആശ്രയിക്കുക. മാം എന്നാൽ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ മാത്രം ആശ്രയിക്കുക. ബ്രഹ്മാവിനെയോ ശിവനെയോ അല്ല മാം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ആശ്രയിക്കാൻ പറയുന്നത്. ബ്രഹ്മാവും ശിവനും സമുന്നതരും ഏതാണ്ട് വിഷ്ണുവിന്റെ തലത്തിലുള്ളതാണ്. ബ്രഹ്മാവും ശിവനൊക്കെ ഏതാണ്ട് വിഷ്ണുവിന്റെ തലത്തിലുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നില്ല, ഏതാണ്ട് വിഷ്ണുവിന്റെ തലത്തിലുള്ളതാണ്. ബിന്ദുമ്മേനെ എല്ലാരും തിരക്കിയതായിട്ട് പറയുന്നുണ്ട്. എല്ലാവരുടെയും സ്നേഹാന്വേഷണം അറിയിക്കാൻ പറഞ്ഞു. അറിയിക്കാൻ പറഞ്ഞു. എന്താ പരിപാടി? ഓക്കെ, ഒന്ന് എക്സ്ട്രീംലി സോറി എന്ന് പറയും. ഓ എനിക്ക് വയ്യ. തമിഴ് ഏതൊക്കെ പഠിച്ചു? എന്തൊക്കെ വാക്ക് പഠിച്ചു? കഴിച്ചോന്ന് എങ്ങനെയാ ചോദിക്കാം? സാപ്പിയാ? പിന്നെ നെക്സ്റ്റ് ஊருக்கு போறேன். எங்க போறீங்க? சாப்பாடு சாப்பிட்டியா? റൈസ് എന്താ പറയാ? റൈസ്. പിന്നെ കുളമ്പ്. ആ, കറി എന്ന് പറഞ്ഞ കുളമ്പ്. ആ, പൊരിയൽ. പൊരിയല്. അപ്പളം. തുണി കായ പോട പോറേ. ആ, തുണി ഉണക്കാൻ ഇടുന്നതിന് തുണി കായ പോട പോറേ. ആ, അല്ല ഇനിയും കൂടുതൽ അറിയാലോ. പച്ചക്കറിക്ക് എന്താ പറയാ? കായ് എന്നല്ലേ പറയാ? കായ്. അച്ചാറിന് ഊർക്കായ്. മാങ്ങയ്ക്ക് മാങ്ക. തേങ്ങയ്ക്ക് തേങ്ങ. വെള്ളത്തിന് തണ്ണി. ഇനിയും കൊറേ അറിയാം. മറന്നുപോയതാ. മറന്നല്ല, ഓർമ്മയിൽ കിട്ടുന്നില്ല. ഇംഗ്ലീഷും തമിഴൊക്കെ പഠിച്ചോണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. ഇവിടെ കടയിൽ പോകുന്നൊക്കെ ബിന്ദുമ്മയാണേ. ഇവിടെ ഉള്ള എല്ലാ കടക്കാരെയും അറിയാം. അവരുടെ അടുത്തൊക്കെ പോയി സംസാരിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാവരുമായിട്ട് ഒരു നല്ല ഒരു ഡിസിപ്ലിൻ റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടിരിക്കാം. അപ്പോ എന്താ പറയുന്നത് ഇവിടെ? ബ്രഹ്മാവും ശിവനും സമുന്നതരും ഏതാണ്ട് വിഷ്ണുവിന്റെ തലത്തിലുള്ളതാണെങ്കിലും രജോ തമോ ഗുണങ്ങൾ അവതാരമായ അവർക്ക് ബന്ധനായ ജീവാത്മാവിനെ മായയുടെ പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല. വിഷ്ണുവിന്റെ തലത്തിലുള്ള ബ്രഹ്മദേവനും മഹാദേവനും മായയുടെ പിടുത്തത്തിൽ നിന്ന് നമ്മളായിരിക്കുന്ന ജീവാത്മാക്കളെ മോചിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ബ്രഹ്മദേവനും മഹാദേവനൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ചാൽ തരും. അതുകൊണ്ടായോ? ഇല്ല. നമ്മൾക്കൊരു പൂർണ്ണമായിരിക്കുന്ന റിലാക്സേഷൻ കിട്ടണം അല്ലെ? അതിന് കൃഷ്ണനെ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഓക്കെ, പിന്നെയോ ബ്രഹ്മദേവനും ശിവനും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മായയ്ക്ക് അധീനരാണ്. വിഷ്ണു മാത്രമാണ് മായയ്ക്ക് അധിപതി. മായയ്ക്ക് അധിപതി ആരാണ്?
കൃഷ്ണൻ, വിഷ്ണു മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ബദ്ധജീവന് മുക്തി നൽകാൻ കഴിയൂ എന്ന് വേദങ്ങൾ അടിച്ചു പറയുന്നുണ്ട്. വേദങ്ങൾ അടിച്ചടിച്ചു പറയുന്നുണ്ട്. ക്ലിയർ? തമേവ വിദിത്വ എന്ന സൂക്തത്തില് കൃഷ്ണനെ അറിയുന്നത് കൊണ്ട് മുക്തി സാധ്യമാവൂ എന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ശ്വേതാശ്വതരോപനിഷത്തില് പറയുന്നുണ്ട്, തമേവ വിദിത്വ എന്ന സൂക്തത്തില് കൃഷ്ണനെ അറിയുന്നത് കൊണ്ട് മാത്രമാണ് മുക്തി സാധ്യമാവുന്നത്. അതുകൊണ്ടല്ലേ രാമ 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 നാരായണ 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 കൃഷ്ണ 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 അച്യുത കേശവ എന്നിങ്ങനെ പഴയ ആളുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ആ നാമം കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂന്ന്, അല്ലാണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്നറിയില്ല. മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കൃഷ്ണന്റെ നാമത്തിന് മാത്രമാണ് ഒരു ജീവന് മോക്ഷവും മുക്തിയും നൽകാൻ സാധിക്കുക. നമുക്ക് വേണ്ടത് രണ്ടും അതല്ലേ. വിഷ്ണുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ മുക്തി നേടാൻ കഴിയൂ എന്ന് മഹാദേവൻ പോലും ഉറപ്പിച്ചു പറയുന്നുണ്ട്. മഹാദേവൻ പോലും ഉറപ്പിച്ചു പറയുന്നുണ്ട്. മുക്തിദപ്രദത സർവേഷാം വിഷ്ണുരേവാന സംശയഃ. എല്ലാവർക്കും മോക്ഷദായകനായിട്ടുള്ളത് വിഷ്ണു മാത്രമാണ്, സംശയമില്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മോക്ഷപ്രദായകമായിരിക്കുന്നത് വിഷ്ണു മാത്രമാണ്, സംശയമില്ല. ക്ലിയർ? എനിക്ക് വിശക്കുന്നു, ഞാനൊന്നും കഴിച്ചിട്ടില്ല. പോയി ഞാൻ കുക്ക് ചെയ്യട്ടെ. കുക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് പുറത്തു പോകണം. പുറത്തു പോയി വന്നിട്ട് അടുത്ത 3 മണിയുടെ ക്ലാസ്സിൽ കയറണം. നിർത്തട്ടെ, ഭയങ്കര വിശപ്പ്. ജിമ്മിൽ പോയി വന്നിട്ടേ ഭഗവാനെ പൂജിച്ച് അങ്ങനെയായിരുന്നു, കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ സഹനത്തിൻ്റെ എല്ലാം കഴിഞ്ഞു. അപ്പം ഞാനെന്നാ പിന്നെ ഞായറാഴ്ച വേഗം പോയി കുക്ക് ചെയ്തിട്ട്, ഭയങ്കര വിശപ്പ്, സഹിക്കാൻ പറ്റില്ല, അല്ലേ ഞാൻ പോവില്ല. ക്ലാസ് എടുത്തേനെ, ഒരു 12 മണി വരെയെങ്കിലും എടുത്തേനെ. പക്ഷെ ഭയങ്കര വിശപ്പുമായിട്ട് നാളെ കത്തിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ പോയിട്ട് വേഗം കുക്ക് ചെയ്യട്ടെ. മഞ്ജരീസിന്റെ ഫോൺ സൈലന്റിലാണ്. കാരണം എന്താ അറിയോ, കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാസും മൊബൈലും കൂടി രണ്ടും സിങ്ക് ആവൂല. അതുകൊണ്ട് മഞ്ജരീസിന്റെ ഫോണ് എനിക്കും വിഷമിച്ച് വയ്യ, ഭയങ്കര വിശപ്പ് ഇപ്പോ. അയ്യടാ, കുറച്ചേരം കൂടെ ക്ലാസ് എടുക്കാൻ, എന്നിട്ട് ആരെനിക്ക് തിന്നാൻ തരും? അല്ലേ, ഹളിയൻ കട്ടിൽ കയറി ഇരിപ്പുണ്ട് അവിടെ കൊത്തി എറിഞ്ഞ് വെച്ചിട്ട്. ഇത് നമ്മൾ തന്നെ എല്ലാം പോയി ഉണ്ടാക്കണേ. അതുകൊണ്ട് കുറച്ചേരം കൂടി ക്ലാസ് നടക്കൂല, എനിക്ക് വിശന്നിട്ട് വയ്യ. ചോറ് മാത്രമായിട്ടേ ഉള്ളൂ. ഞാൻ വേഗം പോയി കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു 3 മണിയുടെ ക്ലാസ്സിൽ കാണാം. മഞ്ജരീസിന്റെ ഫോൺ സൈലന്റിലാണ്, ആരും വിളിച്ചെടുക്കാൻ പറ്റൂല, അതങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പുറത്ത് പോയി, ഞാൻ പറഞ്ഞില്ലേ സ്റ്റുഡിയോ പോകണം, അവിടെ പോയി വന്നതിന് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോ മിസ് കോൾസിലേക്ക് ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപ്രേഷൻ കി ജയ്. ഓക്കെ, ഒന്നും കരിഞ്ഞിട്ടില്ല. അയ്യടാ, എൻ്റെ കുടലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, കരിയാൻ പോകുന്നേ ഉള്ളൂ, കരിഞ്ഞിട്ടില്ല. നല്ല വിശപ്പ്. എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. സാമ്പാർ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി, മോരുകറി ഉണ്ടാക്കി, പിന്നെ വേറെന്താ, തക്കാളി കറി ഉണ്ടാക്കി, മുരിങ്ങയും പരിപ്പും കറി വെച്ച്, അവിയൽ എനിക്കിഷ്ടമല്ല, മാങ്ങ കറി ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് ഉണ്ടാക്കി. 7 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച. ഇനി ഇത് വീണ്ടും റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാല്ലേ. എന്തിട്ട് ചക്കക്കുരു മാങ്ങ, ഈ ചെന്നൈയിൽ ചക്കക്കുരുവിന് ഞാൻ എവിടെ പോവും? ചക്കക്കുരു മാങ്ങയും വേണം അത്ര. ഞാൻ എവിടെ പോവും ചക്കക്കുരുവിന്? ടീനഗർ വരുമ്പോൾ മേടിച്ചോണ്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തെങ്കിലും കയറി ഉണ്ടാക്കിയിട്ട് വരാട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവരും ലൈവ് ഷെയർ ചെയ്യും.